ഈ സഭയെ ദൈവം മാനിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ഈ വർഷം അവസാനിക്കാൻ തുടങ്ങുന്ന അവസരമാണ്. സംഭവങ്ങൾ നിറഞ്ഞ ഒരു വർഷം. നിശാന്തിൻ്റെയൊക്കെ വീട്ടിലൂടെ കയറിപ്പോകുന്ന വാതുക്കൽ മല്ലിശ്ശേരി മുക്കെന്ന് പറഞ്ഞ ആ കവലയ്ക്ക് ഒരു പള്ളിയിലെ 4 പേര്, ഭാര്യയും ഭർത്താവും ആ 2 കുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരും, മിനിഞ്ഞാന്നായിരുന്നു അടക്കം. എരവേലിയിലെ അപ്പനും അമ്മയും മകളും കൊച്ചും മകളുടെ എക്സാം എഴുതാൻ ബാംഗ്ലൂരിലോട്ട് പോയതാണ്. അതൊരു ചർച്ചിൽ 4 പേരുടെ അടക്കം അതിനൊരു ദിവസം മുമ്പായിരുന്നു. ഇങ്ങനെ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വർഷം അവസാനിക്കുന്ന ഈ സമയത്ത് നടക്കുകയാണ്. റാന്നി തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സഭയിൽ ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചു. അതിന് തൊട്ട് ആഴ്ചക്ക് മുമ്പ് ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചു. അതിന് മുമ്പ് ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ചിലർ ചോദിക്കും, എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ഈ വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് 4 ദിവസം ഒന്ന് അലീനി പോയി പിജറായി പോയി ആ മലയൊക്കെ ഒന്ന് കണ്ട് ചൂടുവെള്ളത്തിൽ കാലൊക്കെ ഒന്ന് കഴുകി ഹോട്ടലിൽ താമസിച്ചൊക്കെ വരേണ്ട സമയത്ത് ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ ഉപവാസവും വെച്ച് പ്രാർത്ഥനയും വെച്ച് ഒരു എൻജോയ് ചെയ്യേണ്ട സമയമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരില്ലാതില്ല. കൈപ്പൊക്കണ്ട, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് തോന്നാം സ്വാഭാവികമായിട്ട്. ആകെ 2 ആഴ്ച പിള്ളേർക്ക് അവധി കൊടുത്ത സമയത്ത് ഇവിടെ കൊണ്ട് പ്രാർത്ഥനയും വെച്ച് നാട്ടിൽ നിന്നൊരു ഉപദേശിയും മെനക്കെടുത്തി കൊണ്ടുവന്ന് എന്തിനാണ് ഈ പ്രോഗ്രാം എന്നൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തോന്നലുണ്ടാകാം. പക്ഷേ യേശു പറഞ്ഞൊരു കാര്യം, സംഭവിപ്പാനുള്ളതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിനക്കാണത് സംഭവിക്കേണ്ടിയിരുന്നത്, പക്ഷെ തമ്പുരാൻ അത് ഒഴിച്ചു വിടും. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന എന്തിനാ എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ദൈവമക്കളുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുക. പണ്ട് പ്രാർത്ഥന വെക്കുന്നില്ലെന്ന് ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ട് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥന കൂടെ കൂടെ നടത്തുന്നത് ചോദിക്കുന്നവരുടെ എണ്ണം നമ്മളുടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, തുടക്കത്തിൽ ഞാൻ ഒരു ദൂത് പോലെ പറയാം. നിങ്ങളെന്നോർത്ത് ഒരു പള്ളിയിൽ 4 പേരെ ഒന്നിച്ച് അടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരാഴ്ച മുമ്പ് ആ പള്ളി കല്യാണം നടന്നവര്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പ്രാർത്ഥന കുറേ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ബഹളം വെച്ച് അവസാനിപ്പിക്കാനല്ല. നീ അറിയാതെ എന്തൊക്കെയോ ദുഷ്ടൻ പദ്ധതി ഒരുക്കുന്നുണ്ട് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ. അതൊക്കെ നമ്മൾ അറിയാതെ കർത്താവ് അഴിച്ചു മാറ്റും. അപ്പൊ ഈ ഉപവാസം ഒരു തമാശയായിട്ട് ആരും കാണാതെ ദൈവിക നിയോഗമെന്ന് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർ ചേർന്ന കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. ദൈവത്തിന്റെ വലിയ കൃപ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഒന്ന്, വെട്ടേറ്റ് നിലത്ത് വീണവനാണ്. അവന്റെ പേരെല്ലാരും പറഞ്ഞേ, കേട്ടില്ല? അല്ല, ഞാനീ പറഞ്ഞത് പറഞ്ഞാൽ മതി. വെട്ടേറ്റ് നിലത്ത് വീണവൻ. വീണന്നോട്ട് അവന്റെ പരിപാടി എഴയവ. എന്താ അവന്റെ പരിപാടി? എഴയവ. അവൻ എഴഞ്ഞു മരത്തെ വരെ കയറും. വേണ്ടി വന്ന മരത്തെ നിൽക്കുന്ന പറിച്ച് നിനക്ക് തരും. അതോടെ നിന്റെ കുടുംബജീവിതവും കലങ്ങും, നിന്റെ ഏതനും പോവും, നീ ഔട്ടും ആവും. അതെല്ലാം അവന് ചെയ്യാനറിയാം. അവൻ എഴയവ. പക്ഷേ നിന്നെ ദൈവം വിളിച്ചത് വാഴാനാ. അപ്പൊ ഇവിടെ പോരാട്ടം വാഴാൻ വിളിച്ച നീയും എഴയാൻ വിധിക്കപ്പെട്ട അവനും തമ്മിലാണ്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽ നിന്റെ അഭിഷേകത്താൽ വേഗത്തിൽ എഴയുന്നവനെ നിന്റെ കാൽ കീഴെ ചതയ്ക്കണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. എഴയുന്നവനെ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, അഭിഷേകത്തെ തകർക്കുന്ന, ആരാധനയ്ക്ക് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നിന്റെ അഭിഷേകത്താൽ നിന്റെ കാൽ കീഴെ ചതയ്ക്കണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നിട്ട് നീ ഈ പട്ടണത്തിൽ വാഴണം, നിന്റെ കുടുംബത്തിൽ നീ വാഴണം, കുഞ്ഞെ നീ പഠിക്കുന്ന സ്കൂളിൽ നീ വാഴണം, ഓ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീ വാഴണം. ഏറ്റെടുക്കുന്നവര് മാത്രം ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവം നിന്നെ വിളിച്ചത് വാഴാനാ, വാഴാനാ, വാഴാനാ. ഓ ജുഡാ രമ രഗാധര വക്ഷ രാജ രൗഡ. അഭിഷേകം പ്രാപിച്ചവൻ അതരം തുറന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളിനെ കൈ കൊടുത്ത് പറഞ്ഞ് ഞാൻ വാഴുമെന്ന് പറഞ്ഞ്. വാഴണം, വാഴണം. പ്രൈസ് ദി ലോർഡ്. ഈ എഴയുന്നവൻ്റെ വ്യാപാരം അകത്തുണ്ടെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം? അവന് രാവിലെ 8 മണിക്കാണ് ആരാധന. നമ്മുടെ വീട്ടിൽ നിന്ന് അവൻ 6 മണിക്ക് ഇറങ്ങിയാലും ഒരു മസാല ചായയും കുടിച്ച് ഒരു മെസ്സേജ് വിട്ട് വരുന്ന വഴിക്ക് വീട്ടിലോട്ടൊന്ന് ഫോണും ചെയ്ത് അല്ല ഇവിടെ വരുമ്പോൾ 9 മണിയാവും. എഴഞ്ഞേ വരത്തുള്ളൂ. ഇവിടെ വന്നാലും ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ അവന് ഹല്ലേലൂയ എന്നേ പറയത്തുള്ളൂ, വലിഞ്ഞേ പറയത്തുള്ളൂ. സ്തോത്രം. ഇനി പാടിയാലും യേശു എന്നടിസ്ഥാനം അങ്ങനെ പാടത്തുള്ളൂ, വലിഞ്ഞേ പോകത്തുള്ളൂ. കാസറ്റ് നിങ്ങൾ മിണ്ടുന്നില്ല, അവൻ എഴഞ്ഞേ പോകത്തുള്ളൂ. വാഴുന്നവൻ്റെ ഹല്ലേലൂയയ്ക്ക് ഒരു പ്രത്യേകതയാണ്. അവനൊരു ഹല്ലേലൂയ പറഞ്ഞ പൈശാചിക പാളയങ്ങൾ ഞെട്ടും, അന്യാരാധന മണ്ഡലങ്ങളും വിറയ്ക്കും. ഈ ഉപവാസത്തിൽ ചില പോരുകൾ അഴിയണം. നിന്റെ മീതെ വാഴുന്ന ചില മന്ദകാര മണ്ഡലങ്ങളെ നീ ആത്മാവിന്റെ കരുത്തോടെ ജയിക്കണം, ജയിക്കണം, ജയിക്കണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇതൊരു അസാധാരണമായ ദൈവകൃപയുടെ തുടക്കമാണ്. ഹല്ലേലൂയ. ഓ സുഡാരബ ശാന്തര റൗഷസ്. ഹല്ലേലൂയ. ഞാനിപ്പോളെ നിശാന്ത് പാഷയുടെ സഭയില് അത് പറഞ്ഞു. ഈ പാഷ കലക്കിയാണ് ഒന്നാമത്തെ പണി പൊളിച്ച്. ഒന്നാമത്തെ പണി ആരുടെയാ? നിമ്രോദിന്റെ പണി. ലോകത്തിലെ ഏറ്റവും വലിയ പണി, ആകാശം മുട്ടുന്ന പണിയായിരുന്നു. അന്ന് AI സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ. ഹലോ, 92 വിൻഡോ ഒന്നുമില്ല. ഇന്നത്തെ ക്രെയിനോ കിത്താച്ചിയോ ഒന്നുമില്ലാത്ത കാലത്ത് ആകാശം മുട്ടുന്ന ബിൽഡിങ് പണിതെന്ന്. ഒരു പാഷ, ഒരു പണി കാണാനായിട്ട് PC ചെറിയാൻ ടിക്കറ്റ് എടുത്ത് വന്നെന്നല്ല, തമ്പുരാൻ ഇറങ്ങി വന്നു മനുഷ്യന്റെ പണി കാണാൻ. ഉലകത്തിൽ മനുഷ്യന്റെ പണി കാണാൻ ഇറങ്ങി വന്നത് നിമ്രോദിന്റെ പണിയാണ്. പണി ഒരു ദിവസം കൊണ്ട് പൊളിഞ്ഞു. എങ്ങനെ? പാശ കലക്കി. പാശ കലക്കിയ സഭ പൊളി, പാശ കലങ്ങിയ കുടുംബം പൊളി, പാശ കലങ്ങിയ കമ്പനി പൊളി, പാശ കലങ്ങിയ തലമുറ പൊളി. പൊളിയാൻ പാശ കലങ്ങിയാൽ മതി. അച്ഛൻ പറയുന്ന അമ്മാമ്മയ്ക്ക് പിടികിട്ടത്തില്ല, അമ്മാമ്മ പറയുന്നത് അച്ഛന് പിടികിട്ടത്തില്ല, അച്ഛനും അമ്മയും പറഞ്ഞ പിള്ളേർക്ക് പിടികിട്ടത്തില്ല. പാശ കലങ്ങിയാൽ മൊത്തം പോകുന്നു. പാസ് പറയുന്ന കമ്മിറ്റിക്ക് പിടികിട്ടത്തില്ല, കമ്മിറ്റി പറയുന്നത് ഉപദേശിക്ക് പിടികിട്ടും. നിങ്ങൾ എൻ്റെ കൂടാണോ? പാശ കലങ്ങിയാൽ പണി പൊളി. എന്നാൽ യേശു പറഞ്ഞു ഞാൻ പണി. പാതാള ഗോപുരം അതിനെ. യേശുവിന്റെ പണി ആരംഭിച്ചത് പാശ തന്ന. പാശ പൊളിച്ച് പണി തകർത്തെങ്കിൽ, പാശ കലക്കി പണി തകർത്തെങ്കിൽ, സഭയുടെ പണി തുടങ്ങിയത് പാശ തന്ന.
Praise the Lord. ഈ ഉപവാസത്തിൽ എല്ലാരും ഭാഷ പ്രാപിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന തുടക്ക ദിവസം എല്ലാവരും ഭാഷ പ്രാപിക്കണം. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ മാത്രം കൈയൊന്നും പൊക്കിക്ക്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് പ്രാപിക്കാൻ കൊതിക്കുന്നവർ കൈയൊന്നും പൊക്കിക്ക്. 4 പേരേ ഉള്ളൂ. കൈയില്ല നിങ്ങൾക്ക് ആർക്കും. പ്രൈസ് ദി ലോർഡ്. തരും. നമ്മൾ ഈ കുറേ വീട് വേണം, കാർ വേണം, ജോലി വേണം, സാലറി വേണം, ഇൻക്രിമെൻ്റ് വേണം, OET വേണം, IELTS വേണം, അതൊക്കെ പറയാതെ കർത്താവേ കൃപ തരാൻ പറഞ്ഞു. നെയ് റോസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഉഴുന്നുവടയും ചമ്മന്തി 4 സൈസും എല്ലാം വന്നോളും. നീ ചമ്മന്തിക്ക് വേണ്ടി യോഗത്തിലിരിക്കാതെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൃപ തരാൻ പറ, അഭിഷേകം തരാൻ പറ. അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ള സഭയുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥിക്കുകയാണേ. 4 പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഒരമ്മ പ്രാർത്ഥിക്കുക. തുടങ്ങിയത് അന്യഭാഷയിൽ. അപ്പോൾ അങ്ങനെ 4 അന്യഭാഷ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാനൊക്കെ ധരിച്ചെങ്കിലും അങ്ങനല്ല. അമ്മാമ്മ അന്യഭാഷ തന്നെ പ്രാർത്ഥിക്കുക. പക്ഷെ ജനത്തിനെല്ലാം മനസ്സിലായി അമ്മാമ്മ പ്രാർത്ഥിക്കാന്ന്. നമ്മളറിഞ്ഞ് അങ്ങോട്ട് നോക്കിയത് ഇതെന്തോ സംഭവം. അമ്മാമ്മ അന്യഭാഷ പ്രാർത്ഥന അവസാനിച്ചു. എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയതും എല്ലാവർക്കും പിടികിട്ടി, അവസാനിച്ചതും എല്ലാവർക്കും എൻ്റെ കൂടെ ആണോ? അല്ലാതെ പാട്ട് മൂക്കുമ്പോൾ ലാസ്റ്റ് 3 കടുക് പറക്കുന്ന അന്യഭാഷയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. എത്ര പേര് കൊതിക്കുന്നുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കിട്ടുമെന്ന്? നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നീ ഒന്ന് ഫ്രീ ആയി. ദൈവം നിന്നെ ഭാഷകളാൽ നിറയ്ക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഏകദേശം 120 പേര് ഉണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം അവർക്ക് കൊടിയ മുഴക്കത്തോടെ ഇരുന്ന വീട് മുഴുവൻ നിറച്ച് പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തർക്കും ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷയിൽ അവര് സംസാരിച്ചു. അവിടുന്ന് ഏകദേശം അല്പ ദൂരെയുള്ള യെരുശലേം ദേവാലയം, ഉത്സവങ്ങളിലെ ഏറ്റവും വലിയ ഉത്സവമായ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാൾ, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാൾ. ജനമെല്ലാം ആകാംക്ഷയോടെ നിൽക്കുക. 1ഉം 2ഉം 10ഉം പേരൊന്നുമല്ല, 12 ഗോത്രത്തിലെ ജനം വന്നേക്കുക. അപ്പം ഈ ജനം വന്നവരെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി മഹാപുരോഹിതന്മാരും, സഭ വളർന്നപ്പോൾ 2 മഹാപുരോഹിതനാണ്. അഹരോന്റെ കാലത്ത് ഒരാൾ മതിയായിരുന്നു. ഇപ്പോൾ കയ്യപ്പാവും ഹന്നാവും 2 മഹാപുരോഹിതന്മാർ. പിന്നെ അതിൻ്റെ ലേവ്യന്മാരും പുരോഹിതന്മാരെല്ലാം വലിയ സംഘമാണ്. പിന്നെ സന്നദ്ധി സംഘം, ന്യായാധിപ സംഘം എല്ലാം ഉണ്ട്. സേവകരുണ്ട്. വിഷയം ഉണ്ടാക്കുന്നതിനെ പിടിച്ച് കെട്ടിമുറി കൊണ്ടിട്ട് അടിക്കാനായിട്ട്. അങ്ങനത്തെ പള്ളിയാ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. ഇപ്പം അത്യാവശ്യം പ്രാർത്ഥിക്കുന്നവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരുമലയിൽ പോയി കെട്ടിക്കൊണ്ട് വരുന്ന ആളിൽ സേവകന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പള്ളിക്കകത്ത് വന്നവർ എൻജോയ് ചെയ്യാൻ ഒരിടത്ത് ബാല, ഒരിടത്ത് നാടകം, ഒരിടത്ത് കഥാപ്രസംഗം, ഒരിടത്ത് ഗാനമേള, എല്ലാം ഓരോ ട്രൂപ്പാ. സ്തോത്രം. ഒരിടത്ത് വെടിക്കെട്ട്, പിള്ളേരുടെ സ്പോർട്സ് വേറെ ഉണ്ടല്ലോ അല്ലേ. വന്നൂർ പോകാതിരിക്കാൻ. അപ്പോൾ തന്നെ വാഴവള്ളിയിലുള്ള റിങ് പോലുള്ള അപ്പം വേറെ. കണ്ടില്ല നിങ്ങൾ വാഴവള്ളിയെ കറക്കി? പ്രൈസ് ദി ലോർഡ്. ബലൂണ് വേറെ, കുരങ്ങ് പോലുള്ള ബലൂണ്,
നമ്മൾ ഏതൊക്കെ രൂപമാണ്, ആ രൂപത്തിലെല്ലാം ഉള്ള ബലൂണ് ഇതെല്ലാം വെച്ച് ഭയങ്കര പരിപാടി. എന്തിനാണ്? ജനം പോകല്ലേ. ഒരിടത്ത് ഉരുളി കമത്തുന്നു, ഒരിടത്ത് കോഴിയെ വെട്ടുന്നു, ഒരിടത്ത് ആ വെട്ടിയ കോഴിയുടെ ഇറച്ചി കൊണ്ട് വെള്ളയപ്പവും കള്ളപ്പവും ഇറച്ചി കൊണ്ട് തരുന്നു. ഭയങ്കര പ്രോഗ്രാമാണ്. ഇത് നടക്കുന്നതിനിടയ്ക്ക് ജനമെല്ലാം കൂടെ ഒറ്റ ഓട്ടം. എങ്ങോട്ടെന്നറിയാമോ? വെടിക്കെട്ടില്ല, ഓർഗനില്ല, ഗിത്താറില്ല, പ്രസംഗകനില്ല. സ്തോത്രം. ഭാഷ കേട്ടോടുക, ഭാഷ കേട്ടോടുക. അവിടെ കൂടി ജനമെല്ലാം കൂടെ ഓടാതിരിക്കാൻ ഇവർ നാടകവും ബാലയും വെടിക്കെട്ടും ഒക്കെ വെച്ചേ. പക്ഷേ അവിടെ നിന്നവരാണ് ഒറ്റ ഓട്ടം. ഓടി വന്നത് 3000 പേര്. അന്ന് തെറ്റിദ്ധരിക്കല്ലേ, 3000 പേരെ അതിനകത്തുനിന്ന് സ്നാനപ്പെട്ടുള്ളൂ. വന്നത് 10,000 ആയിരിക്കും. ഇവിടെ ഇത്രയും പേരുണ്ട്. ഇന്നലെ എത്ര പേരെ സ്നാനപ്പെട്ടെ? ഒരാള്. ബാക്കി എത്ര പേര് സ്നാനപ്പെട്ട ഇരിപ്പുണ്ട്? ഹലോ. അപ്പൊ അവിടെ വന്ന 1000ങ്ങളിൽ 3000 പേര് സ്നാനപ്പെട്ടു. ഒരു ഹല്ലേലൂയ പറയണം. ഈ 3000 പേര് സ്നാനപ്പെട്ടതും ഈ ജനമെല്ലാം ഓടിക്കൂടിയതും മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ പ്രോഗ്രാം ഉണ്ടായിട്ടല്ല. റാന്നിൽ നിന്ന് ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ടുമല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ത് കേട്ടാ വന്നേ? പറയെല്ലാരും. ദൈവം കൊടുത്ത ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജനം കൂടിയെങ്കിൽ ഈ UAE പട്ടണം നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരാൻ ഭാഷ പറഞ്ഞാൽ മതി, ഭാഷ പറഞ്ഞാൽ മതി. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആത്മാവിന്റെ ഭാഷ, ആത്മാവിന്റെ ഭാഷ നീ പറയാൻ തയ്യാറായാൽ, ഓ ഏറ്റെടുക്കുന്നവർ നന്നായി ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ നാവിന്റെ കെട്ടൊന്ന് അഴിയട്ടുന്ന പകൽക്കാലം ആദരം തുറന്ന ആത്മാവിന്റെ ഭാഷയിൽ നീ സംസാരിക്കാൻ തയ്യാറായാൽ, ഓ റബാ ശബ്ദ റബാ ബാ 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 അർഥുരേ രഗല രഗൽഖന വൈഡ ജൂഡബ രബ ശബ്ദര റിബല ബല ബല ബശ്. ഹല്ലേലൂയ. യെസ്. ഒന്ന് ആഗ്രഹിച്ചേ, ഒന്ന് ദാഹിച്ചേ. ദാഹിക്കുന്നവനൊക്കെ എൻ്റെ അടുക്കൽ വരാനാ പറഞ്ഞത്. നിറഞ്ഞവനാരും വരണ്ട. സമ്പന്നന്മാരെ വെറുതെ വിടുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ സഭയാ. മറ്റുള്ളതെല്ലാം സമ്പന്നന്മാരെ വിളിക്കത്തുള്ളൂ. പിണറായി സാറ് വരുവാണെങ്കിൽ ലൂലൂസെന്ററിന്റെ ഉടമസ്ഥനെ വിളിക്കത്തുള്ളൂ. ഹലോ. കാരണം കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് 10 രൂപ കിട്ടണമെങ്കിൽ പുള്ളിയെ പിടിച്ച് നമ്മളെ പിടിച്ച് തന്നെ കിട്ടാനാ. നിങ്ങൾ മിണ്ടുന്നില്ല. പക്ഷെ കർത്താവിന് സമ്പന്നന്മാരെ സമ്പന്നന്മാരെ വെറുതെ അയക്കും. എന്നിട്ട് ദരിദ്രന്മാരെ കയറ്റുമകത്ത് അവനെ അങ്ങ് നിറയ്ക്കും. ഈ തുടക്കത്തിൽ എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന സഭയ്ക്ക് നൽകുന്ന, ഓ ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കൽ. ഇന്ന് പകൽ ഒരു നിറവിലേക്ക് ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ നിനക്കൊരു നിറവുണ്ടാകാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവുകളുടെ ആ ബന്ധനം അങ്ങ് അഴിയട്ടെ. സ്തുതിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, മഹത്വപ്പെടുത്താൻ കഴിയാതെ നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ആത്മാവൊരു ജയം കൽപ്പിക്കുകയാ. ഏറ്റെടുക്കുന്നവർ നന്നായി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഒരു തേജസ് നിന്റെ മേൽ ഇറങ്ങട്ടെ, ഒരാത്മശക്തി നിന്റെ മേൽ ഇറങ്ങട്ടെ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ദൈവശക്തി നിന്റെ മേൽ ഈ പകൽ ഇറങ്ങി വസിക്കട്ടെ. ഓരബാല വൈഡജാന രഗദരൗശരിബാല വശംദരാദരാജകൽക്കമാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രക്തത്താലെ ജയം. ഹല്ലേലൂയ. നമുക്ക് അല്പനിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി, ഉപവാസമായതുകൊണ്ട്
പ്രാർത്ഥനയായതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടർന്നുള്ള സെക്ഷനുകളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ആത്മാവ് നടത്തുന്നത് പോലെ മുൻപോട്ട് പോകട്ടെ. ഒത്തിരി പരിചയമുള്ള ഒരു വേദഭാഗം, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. വളരെ ശ്രദ്ധേയമായൊരു വേദഭാഗമാണ്. കർത്താവേ, യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാനാൽ പ്രാർത്ഥന പഠിച്ചു, യോഹന്നാൻ അവരെ പഠിപ്പിച്ചു. അതേപോലെ നിന്റെ ശിഷ്യന്മാരാകുന്ന ഞങ്ങളെ കൂടെ പ്രാർത്ഥിപ്പാനൊന്ന് പഠിപ്പിക്കണം. ശിഷ്യന്മാരെ യേശുവിനോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങളെ. ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥന അറിയാവുന്നവരൊന്ന് കൈപ്പൊക്കിക്ക്. നമുക്കൊന്നും പാസ്റ്ററെ പ്രാർത്ഥന അറിയത്തില്ല, അതായത് സത്യം. നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, ജോലിയുണ്ട്, സഭയുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. ഇതിനെല്ലാം കൂടെ വേണ്ടി പ്രാർത്ഥിച്ചാൽ എത്ര മണിക്കൂർ എടുക്കും? മൊത്തം പേർക്കും കൂടെ പ്രാർത്ഥിച്ചാൽ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ. ബാക്കി ഇപ്പോൾ 23 മണിക്കൂർ നമ്മൾ തന്നെ എടുക്കും, അല്ലേ? നമ്മുടെ എല്ലാ കേസ് കെട്ടും കൂടെ പ്രാർത്ഥിക്കാൻ എത്ര സമയം മതി? 1 മണിക്കൂർ. യേശുവിന് ഭാര്യയില്ല, മക്കളില്ല, മരുമക്കളില്ല, കൊച്ചുമക്കളില്ല, സഭയില്ല. രാത്രി മൊത്തം പ്രാർത്ഥനയാണ്. നമുക്കിതെല്ലാം കൂടെ ഉണ്ടായിട്ട് 1 മണിക്കൂർ മതി. എൻ്റെ കൂടെ ആണേ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ UAE മൊത്തം കൂടെ ഇളക്കി പ്രാർത്ഥിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് വെടിക്കെട്ട് തീരും. ഇതൊന്നുമില്ലാത്ത യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അപ്പം പത്രോസും ശിഷ്യന്മാരും പറഞ്ഞു, ഇത് ഞങ്ങളെ കൂടെ ഒന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ മുറിയാത്ത ഒരു പ്രാർത്ഥന അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. ഒരു രാത്രി മുഴുവൻ അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു. അങ്ങനെ എഴുതിയേക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓരോ വാക്കിലും ക്ഷമ ചോദിച്ചാ പ്രാർത്ഥിച്ച്. നമ്മുടെ കൂട്ടൊന്നും അല്ല. 34-ാം സംഘത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലയോ, നിനക്കറിയത്തില്ലയോ, വിരട്ടിക്കളെ നമ്മൾ. തമ്മിനെ പേടിച്ച് അവിടെ പ്രാർത്ഥന കേൾക്കുന്നത്. ഫ്രൈസോ 91-ന്റെ 14 അങ്ങനെ പറഞ്ഞിട്ടില്ലയോ? എന്നിട്ട് കർത്താവ് നീ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്. ഹോംവർക്ക് പോലൊക്കെയാന്ന് കർത്താവിന് എംപോസിഷൻ ഇട്ട് കളി. ഒരു 99 വയസ്സുള്ള മനുഷ്യൻ ഒരു രാത്രി മൊത്തം നിന്നു. ചോദ്യം, അടിയന്റെ അവിവേകത്തെ പൊറുക്കണം. ഞാൻ ചോദിച്ചോട്ടെ, 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഉടനെ ചാടിക്കറി ഇല്ല എന്നൊന്നും പറയത്തില്ല. അത് സ്വർഗത്തിന്റെ പദ്ധതിയല്ലേ. മറുപടി വരെ 5 മിനിറ്റ് താമസിക്കും. ഞാനായിരുന്നു പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവെ 50 ഉണ്ടെന്ന് നശിപ്പിക്കുവോ, ഗ്ലോറി ഹല്ലേലൂയ 40 ഉണ്ടെന്ന് നശിപ്പിക്കുവോ, പ്രൈസ് ദി ലോർഡ് 30 ഉണ്ടെന്ന് നശിപ്പിക്കുവോ, 10 ഉണ്ടെന്ന് നശിപ്പിക്കുവോ, ആമീൻ പറഞ്ഞ് അവസാനിപ്പിച്ച് 2 സെക്കൻഡ്. പക്ഷെ 10 വന്നപ്പോഴത്തെ നേരം എടുത്തു. 50 തുടങ്ങി. എൻ്റെ കൂടെ ആണോ എല്ലാവരും? 50 തുടങ്ങി, 10 വന്നപ്പോൾ നേരമെടുത്തു. അതെന്തോ പ്രാർത്ഥനയാണ്. അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് കേൾക്കുന്നു. ഇന്ന് വരെ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടോ?
ഒന്ന് പറ, എന്തേലും ഒന്ന് പറ. പ്രൈസ് ദി ലോർഡ്. നമ്മളങ്ങ് തട്ടി വിടുകല്ലേ. ഞങ്ങളുടെ അവിടെ ഡാമിൻ്റെ ചീപ്പ് തുറന്നു 18. അന്നേരം ഒരു അവസരം നോക്കിയെന്ന് ഒരു മരം വന്ന് കീഴേ കയറി. താഴോട്ടും പോയില്ല, മേലോട്ടും പോയില്ല, ഷട്ടർ താക്കാനും പോയി, റാന്നിയെല്ലാം വെള്ളം കയറി. ഞങ്ങളുടെയൊക്കെ 3-ാം നില വരെ മുങ്ങിപ്പോയി. സ്തോത്രം. അത് മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കമായിരുന്നു, അല്ലാതെ മഴ പെയ്ത്തൊന്നുമല്ല. ഡാം തുറന്ന് വെച്ചേക്കുമല്ലേ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ഈ പെരുവെള്ളം പോലെ ഏതാണ്ട് അടിയിൽ കയറി നമ്മൾ ഷട്ടറും പൊക്കും, പിന്നെ വെള്ളം നിൽക്കത്തുമില്ല. ഒരു സ്തോത്രം പറയലേ. എന്നോട് പിണങ്ങുമൊന്നും ചെയ്യല. അതിനാണ് ഈ പുള്ളി അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലയോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പറഞ്ഞ കർത്താവേ, എന്നെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഹോ, അതിനങ്ങോട്ട് ചോദിക്കുന്ന വായും ഇങ്ങോട്ട് കേൾക്കുന്ന ചെവിയും വേണം. രണ്ടിൻ്റെ കെട്ടഴിയണം. കേൾക്കാനുള്ള കാത് തുറക്കണം. മനുഷ്യ ശബ്ദങ്ങൾ കേട്ട് മുരടിച്ചിരിക്കുന്ന നിന്റെ കാതിൽ ദൈവശബ്ദങ്ങൾ കേൾക്കാൻ കാത് ഇന്ന് പകൽ തുറക്കപ്പെടണം. ഹല്ലേലൂയ. എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇന്ന് പകൽ നിന്റെ ശബ്ദം എന്റെ കാതുകളിൽ നിന്ന് കേൾക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി മുഴുവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു. നിങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥനയൊക്കെ ശാന്തമായിട്ട് പഠിക്കണം. നമുക്ക് സമയമുണ്ട്, അടുത്ത സെക്ഷനൊക്കെ സംസാരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം മുഴുവൻ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. മനുഷ്യൻ എന്ന നിലയിൽ സുവിശേഷകൻ യേശുവിനെ അവതരിപ്പിച്ചപ്പോൾ മറ്റ് 3 സുവിശേഷങ്ങളില്ലാത്ത പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ട്. ലൂക്കോസിൽ അർത്ഥം മനുഷ്യനാണെങ്കിൽ നീ എന്ത് ചെയ്യണം? പറഞ്ഞെല്ലാരും അല്ലേ? പ്രാർത്ഥിക്കണ്ട. നീ മനുഷ്യനാണെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കണം. കർത്താവ് ജനിച്ചത് ഒരു അർദ്ധരാത്രിയില്ല. കർത്താവ് വളർന്നത് അർദ്ധരാത്രിയുള്ളൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൂരിരുട്ടും അന്ധതമസും. എവിടെയാ? പാറ. യേശു എവിടാ വളർന്നേ? ഗലീലയിൽ. യേശുവിന്റെ പേരെന്തുവാ? ഗലീലക്കാരൻ. ഇതൊക്കെ ഞങ്ങള് ശിശുഗോപി പറയുന്ന കാര്യമാണ്. ഗലീലക്കാരൻ. ഗലീലയുടെ പ്രത്യേകത എന്തുവാ? അന്ധതമസും കൂരിരുട്ടും. ജനിച്ചത് അർദ്ധരാത്രിയിൽ, വളർന്നത് അന്ധതമസും കൂരിരുട്ടും ഉള്ളിടത്ത്. അതുകൊണ്ട് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു, എന്നോട് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. യേശു പ്രാർത്ഥിച്ചത് മുഴുവൻ രാത്രിയാണ്. രാത്രിയിൽ അവൻ തനിച്ച് ഒരു മലയിലേക്ക് വാങ്ങിപ്പോയി. രാത്രിയിൽ അവൻ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയി. രാത്രിയിൽ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവെടുത്തത് രാത്രിയിലാണ്. ഒടുവിലത്തെ പ്രാർത്ഥനയും ഗെത്സമനിയിൽ രാത്രിയിലാണ്. അറസ്റ്റ് ചെയ്തതും ഒരു രാത്രിയിലാണ്. വിസ്തരിക്കപ്പെട്ടതും ഒരു രാത്രിയിലാണ്. വിധിക്കപ്പെട്ടതും ഒരു രാത്രിയിലാണ്. ആ രാത്രി പറഞ്ഞൊരു മർമ്മമുണ്ട്. ലോകത്തിന്റെ പ്രഭു വരുന്നുണ്ട്, എന്നോട് അവനൊരു കാര്യവുമില്ല. രാത്രി ലോകത്തിന്റെ പ്രഭു വരും. പക്ഷേ അതിനെ ജയിക്കണമെങ്കിൽ രാത്രികൾ നീ പ്രാർത്ഥനയാക്കി മാറ്റണം. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തിയെ, ഇരുട്ടിന്റെ മേഖലയെ നീ ഒതുക്കണമെങ്കിൽ രാത്രിയിൽ പ്രാർത്ഥന ആരംഭിക്കണം. ഏറ്റെടുക്കുന്നവർ മാത്രം ഈ പകൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ചില ഇരുട്ടിന്റെ മേഖലകളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവ് വെട്ടിമാറ്റാൻ പോകുകയോ. ഓ ജിമന രഗന രഗദ റൗഡ റിബലെ അർത്ഥേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിബാരാബാലാബ ശൈഡാരാദാരാദാര അർഥുരബലബലബലബസ്. ഓ, രാത്രിയിൽ 2 പേര് പറയാണ്, കർത്താവേ നേരം വൈകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു,
ഇരുട്ടായി തുടങ്ങി, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകല്ല. ഹലോ, എപ്പോഴാ പറഞ്ഞത്? സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ട് ആയി തുടങ്ങി. ഓ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഭക്തൻ പറയുകയാണ്, തനിച്ചാക്കല്ല. നിന്റെ കുടുംബത്തിൽ ഇരുട്ട് വരുന്നതിന് മുമ്പേ, ഓ, വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. ഇരുട്ട് നിന്നെ മൂടുന്നതിന് മുമ്പേ, ഓ, മൗനമായിരിക്കല്ല. ഇതൊരു വിടുതലിന്റെ പകലാണ്. ഇരുട്ട് നിന്റെ മിനിസ്ട്രിയെ മൂടുന്നതിന് മുമ്പേ, ഇരുട്ട് നിന്റെ കുടുംബത്തെ മൂടുന്നതിന് മുമ്പേ, ഇന്ന് പകൽ നീ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. ഹല്ലേലൂയ. എന്റെ ദൈവദാസനെ, വാക്തത്വമുള്ളവനെ 14 ദിവസം ഇരുട്ടിലായി കളഞ്ഞു. സൂര്യചന്ദ്രന്മാരെ കാണാത്ത 14 രാത്രി. എന്റെ കൂടെ ആണോ എല്ലാരും? ഒരു ദിവസം അല്ലെന്ന്. എന്താ ഇരുട്ട്? നിന്റെ വാക്തത്തെ മൂടുക, നിന്റെ ഭാവിയെ മറയ്ക്കുക, നിന്റെ കുഞ്ഞിന്റെ വാക്തത്വങ്ങളെ മൂടുക. നീ പ്രാർത്ഥിക്കുന്നത് ഇരുട്ട് മാറണം. ഇന്ന് പകൽ ചില കുടുംബങ്ങളെ മൂടി നിൽക്കുന്ന, നിന്റെ മിനിസ്ട്രിക്കെതിരെ മൂടി നിൽക്കുന്ന ഇരുട്ടുകളെ ഈ ഉപവാസത്തിന്റെ പ്രാരംഭ പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവം ജയം തരുകയോ. ഹല്ലേലൂയ. എന്താ നിശാന്ത് പാസ്റ്ററേ ഇരുട്ടിന്റെ പ്രത്യേകത? രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം, ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇരുട്ടിന്റെ പ്രത്യേകത രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു. ഓ, അതുകൊണ്ട് കർത്താവ് രാത്രിയിൽ ഒരേകാന്ത സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ ശിഷ്യന്മാരടുക്ക വന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശിഷ്യന്മാർക്ക് അങ്ങ് ഫ്രീ ആയിട്ട് ചെല്ലാൻ ഒക്കുന്ന ആളല്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പം വലിയ പേടില്ലാതെ അവനെന്നും നീ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും, ഹലോ, കർത്താവേ നിനക്കറിയത്തില്ലയോ, നീ എന്നെ ഇതുവരെ മനസ്സിലാക്കാതെ ചോദിച്ചു വരട്ടാറില്ലേ? 2 പേര് വിദേശത്തു നിന്ന് യേശുവിനെ കാണാൻ വന്നേ. വിദേശത്ത് പറഞ്ഞാൽ അന്യ രാജ്യത്തു. അവർക്ക് യേശുവിനെ കാണണം. അതിനവർ ചെന്നും വെച്ച് ഈ എപ്പോഴും നമ്മുടെ വെളിയിൽ നിന്ന് ഇങ്ങനെ ആളുകളെ റിസീവ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അന്ത്രയോസ. അപ്പോൾ അന്ത്രയോസിനോട് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. അന്ത്രയോസ് പറഞ്ഞു, എനിക്ക് തന്നെ അങ്ങനെ ചെല്ലാനൊക്കത്തില്ല, ഞാനത് പീലിപ്പോസിനോട് പറയാം. അപ്പോൾ അന്ത്രയോസ് എന്നാരോട് പറഞ്ഞു, പീലിപ്പോസും അന്ത്രയോസും കൂടെ ചെന്നും വെച്ച് യോഹന്നാനെ സ്വാധീനിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? അല്ല ചാടിക്കറി നീ എന്നൊന്നും വിളിക്കുന്ന പരിപാടിയല്ലെന്ന്. യേശു ആരാന്നറിയണം. ദൈവം ആരാന്നറിഞ്ഞിട്ട് അറിഞ്ഞവൻ അങ്ങോട്ട് കൊടുക്കുന്ന ആരാധന, അല്ലാതെ ഋതമ്പാട് മുറുകുമ്പോൾ കൊടുക്കുന്നതല്ല, ട്രംസെറ്റ് അടിക്കുമ്പോൾ കൊടുക്കുന്നതുമല്ല. നിന്നെ വിളിച്ച ദൈവം ആരാണെന്ന് നീ അറിഞ്ഞിട്ട് നീ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആരാധന. നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ച നീ ആരാണെന്ന് ദൈവം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് തരുന്ന വിടുതല്. രണ്ടും ഇവിടെ നടക്കണം. മനസ്സിലായോ? ആരാധിച്ച നീ ആരാണെന്ന് ആരാധന സ്വീകരിച്ച ദൈവം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് തരുന്നതിന്റെ പേരാ വിടുതൽ. ആരാധിക്കുന്ന ദൈവം ആരാന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ?
അല്ലാതെ ഞാനിന്നുണ്ട് പോരാ പോരാ എന്ന് പറഞ്ഞാൽ ഞാനാണോ അതിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്? ഹലോ, PC ചെറിയ സ്റ്റേജ് നിന്നുകൊണ്ട് പോരാ ഒന്നുകൂടെ പറ, പോരാ ഒന്നുകൂടെ ഉറക്ക, അങ്ങനെ വല്ലതും പറഞ്ഞ് ഞാനാണോ അതിൻ്റെ സ്കെയില്? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇതെല്ലാം അളക്കുന്നത് ആരാ? പറഞ്ഞേ, നിങ്ങൾ എൻ്റെ കൂടെ ആണോ? നിങ്ങൾ കെറിയിച്ചോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ചാടിക്കേറി യേശുവിൻ്റെ അടുക്ക ചെന്ന് വെച്ച് കൂടാണക്കാന്ന് പറഞ്ഞ് ഇടപെടാൻ നോക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്ത്രയോസ് പീലിപ്പോസ് പറഞ്ഞു, പീലിപ്പോസ് യോഗനാണ് പറഞ്ഞു, ഇവർ മൂന്നും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞാട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഹലോ, പ്രാർത്ഥിച്ചു തീരുവോളം ഇവന്മാര് 12 പേരും മാറി നിന്നു. അടുക്കാനൊക്കത്തില്ല, തീയല്ലേ. പിതാവും പുത്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? പിതാവും പുത്രനും സംസാരിക്കുക, ശിഷ്യന്മാര് വരണ്ട് മാറി നിൽക്കുക. ആമീൻ പറഞ്ഞപ്പോൾ അവർ പതുക്കെ അടുക്കുമെന്ന് പറഞ്ഞ്, കർത്താവേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങളെ കൂടെ യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഇങ്ങനെ മൂക്കെ തൊടുക. ഹലോ, ഡയറക്റ്റ് പറയാൻ പേടിയാ. നിങ്ങൾ എൻ്റെ കൂടെ ആണേ? ഡയറക്റ്റ് പറയാൻ പേടിയാ. അതിന് പറയാണ്, യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാനൊന്ന് എന്നേരം പഠിപ്പിച്ചതാ രസം. പറഞ്ഞു തീരുകയും കർത്താവ് ഒരു മെത്തേഡ് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചു? ഒരു മെത്തേഡ്. മോഡൽ പരീക്ഷ പോലെ. മോഡൽ പരീക്ഷയിലെ ഒറ്റ ക്വസ്റ്റ്യനും ഫൈനൽ പരീക്ഷയ്ക്ക് വരത്തില്ല. പക്ഷെ ഈ മോഡലിലാണ് പരീക്ഷ. ഇത്രയുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിന് രാവിലെ തൊട്ട് വൈകോളം മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യനും വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രാർത്ഥനയുടെ മെത്തഡ്. ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? ഇത് പ്രാർത്ഥിക്കാല്ലേ പറഞ്ഞേ? ഇതുപോലെ പ്രാർത്ഥിപ്പീൻ. തുടങ്ങുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചുകൊണ്ടായിരിക്കണം. എന്നിട്ട് പറയണം, പിതാവേ ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി, എനിക്ക് അങ്ങോട്ട് വരാൻ ഒക്കത്തില്ല, പക്ഷെ നിന്റെ രാജ്യം ഇങ്ങോട്ട് വരണം. എന്റെ ചെറിയ വാടകപ്പുരയ്ക്കകത്തെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ രാജ്യം ഇറങ്ങി വരണം. എത്ര പേര് ഈ പകൽ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എന്റെ പ്രാർത്ഥനയിൽ നിന്റെ രാജ്യം ഇറങ്ങി വരണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന ദൈവരാജ്യം ഇറങ്ങി വരുന്ന ഒരു പ്രാർത്ഥനയായി മാറട്ടെ. നിങ്ങളെന്ന് ഓർത്ത്, നിങ്ങളുടെ ഇവിടുത്തെ ചെറിയ ഒരു സംവിധാനമുള്ള വാടകപ്പുര, അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറി, ആ ചെറിയ ഡെറിയിട്ടേക്കുന്ന പായിട്ടേക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ രാജ്യം ഇറങ്ങി വരികയാണെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ രാജ്യത്ത് ആരൊക്കെ ഉണ്ട്? ദൈവദാസനെ, പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ്, പിന്നെ ദൂതസഞ്ചയങ്ങള്, കെരൂബുകള്, സറാബുകള്, ആഞ്ഞ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൂതന്മാര്. ഹല്ലേലൂയ. അതെല്ലാം കൂടെ നിന്റെ വാടകപ്പുരയിൽ ഇറങ്ങി വന്നാൽ, ഓ ഹല്ലേലൂയ, ഇന്ന് പകൽ ചില കൊത്തളങ്ങൾ അഴിയാൻ പോകുകയാണ്. നിനക്ക് ചുറ്റും വാടക ഒരു നിൽക്കുന്ന ചില പൈശാചിക മേഖലകളെ ഉടയ്ക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ രാജ്യം. ഓരോ സഭ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് പകൽ അവിടെ പറഞ്ഞു, ഏലിയാവ് ഒരിക്കൽ മാത്രമേ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും കണ്ടുള്ളൂ. എപ്പോഴ് കൊണ്ടുപോകാൻ നേരത്ത്. സ്തോത്രം. പക്ഷെ ഏലിശ പ്രാർത്ഥിക്കുന്ന മലയിൽ ഇവരെ സ്ഥിരമാക്കിയേക്കുവാനും. യജമാനൻ ഒരിക്കൽ കണ്ടത് ഇവന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇപ്പോൾ ഏലിശയുടെ പ്രാർത്ഥന, എൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററോട് ഇതൊന്ന് കാണണം.
അസിസ്റ്റന്റ് പാസ്റ്റർ ആരാ? ഗേഗസി. ഗേഗസി ഇങ്ങനെ ശത്രുവിന്റെ സൈന്യത്തെ കണ്ടുകൊണ്ടിരിക്കുക. ഹലോ, അവന്റെ വലിപ്പം കണ്ടോ? 6 മുഴവും 1 ചാണും. 6 മുഴം എന്ന് പറഞ്ഞാൽ 9 അടി, 1 ചാണെന്ന് പറഞ്ഞാൽ 1/2 അടി. അപ്പോൾ 9 അടി പൊക്കം. ആർക്കാ? ഗോലിയാത്തിന്. ഹലോ, പ്രൈസ് ദി ലോർഡ്. അവന്റെ കൈ പടപ്പ് തണ്ട് പോലെ, അതിന് കൈക്കകത്ത് വേറൊരു പടപ്പ് തണ്ട്. അവനെ കാട്ടി വലിപ്പമുള്ള പരിചയം കൊണ്ട് കൊച്ചൻ മിന്നല്, അരയ്ക്ക് വാള്, തലയിൽ ഹെൽമറ്റ്. സ്തോത്രം. അവന്റെ ശബ്ദം പർവ്വതങ്ങളെ കുലുക്കുന്നതാ. രാവിലെ കേൾക്കും, ഇവന്മാർ പെരയെ കയറി കഥ കടയ്ക്കും. വൈകിട്ട് ഇറങ്ങുമ്പോൾ 2ാമത് കേൾക്കും, വീണ്ടും കഥ കടയ്ക്കും. 2 പ്രാവശ്യം ആ കഥ ഉറക്കത്തുള്ളൂ, രാവിലെയും വൈകിട്ടും. രാവിലെയും വൈകിട്ടും എൻ്റെ വെല്ലുവിളി കേൾക്കും. വീട്ടിൽ ചർച്ച. എന്നോട് ശ്രദ്ധിക്കണേ, വീട്ടിൽ ചർച്ച. ആ അമ്മാമ്മ പറയണ കേട്ടോന്നേ, ഭർത്താവിനെ വിളിക്കുന്നേ, നിങ്ങൾ കണ്ടോന്നേ, നിങ്ങൾ കണ്ടോന്നേ. പുള്ളി ചോദിക്കുക എന്തോന്ന്? അല്ല, അയാളുടെ വലിപ്പം കണ്ടാണ് രാക്ഷസനെ പോലെ ഇരിക്കുന്നത്. അയാളുടെ കൈ വല്ലതും നമ്മുടെ ദേഹത്ത് വീണാൽ നിങ്ങൾ ഓടിച്ചൊക്കെ നിന്നോണം കേട്ടോ. ശൗലിൻ്റെ പട്ടാളമെന്ന് പറഞ്ഞ് ചുമ്മാ ഞെളിഞ്ഞു കയറി ചെല്ലല്ലേ. ഹലോ, സ്തോത്രം. വീട്ടിൽ പകലത്തെ ചർച്ച മുഴുവൻ ആരെക്കുറിച്ചാ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവന് 9.5 അടി പൊക്കമേ ഉള്ളേ, കറക്റ്റ് അളവാ. പക്ഷേ 40 ദിവസം കൊണ്ട് ഇവരുടെ അകത്ത് ഇവൻ 99 അടി പൊക്കമായി. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഇന്ന് യോഗത്തിന് വന്നില്ല. പി സി ചെറിയാൻ പാസ്റ്റർ വന്നിട്ട് എന്നാ സിസ്റ്ററെ വരാഞ്ഞ്? എൻ്റെ പാസ്റ്ററെ ഭയങ്കര നടുവേനയായിരുന്നു. അങ്ങനെ ഒരു നടുവേനയുണ്ടോ? അല്ല, അങ്ങനെ ഒരു നടുവേനയുണ്ടോ? നടുവേന നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ ഭയങ്കര. ഹലോ, എൻ്റെ പാസ്റ്ററെ ഭയങ്കര ചുമയായിരുന്നു. അങ്ങനെ ചുമയുണ്ടോ? അങ്ങനെ മിണ്ടുന്നില്ല. ഭയങ്കര ട്രാഫിക്കായിരുന്നു. ട്രാഫിക് ഉണ്ട്, അത് ശരിയാ. ശ്രദ്ധിക്കണം, നമ്മളിതിനെ എന്താക്കി കളയും. അപ്പൊ ഈ ഗോലിയാത്ത് 40 ദിവസം കൊണ്ട് ആരായി? ഇവരുടെ അകത്തങ്ങ് വളർന്നു. ഭയങ്കര കാൻസറാ. 4th സ്റ്റേജാ. 4th നമുക്കിപ്പോൾ അത് പഠിച്ചെല്ലാവരും. 4th സ്റ്റേജ്. 1 12 എല്ലാവരും പറഞ്ഞത് എന്തുവാ? എടാ, ഈ സ്റ്റേജൊക്കെ ഇളക്കാൻ ഇവനാരാ? 79 ഡോക്ടർ പറഞ്ഞു ഞാൻ ചത്തെന്ന്. 24 ഞാൻ ജീവിച്ചിരിക്കുക. ആ പറഞ്ഞ ഡോക്ടർ 20 മുമ്പേ മരിച്ചുപോയി. നിന്റെ സ്റ്റേജ് ഇളക്കാൻ ഇവനാരാ? ജയിക്കണം ഈ പകൽ. നിന്റെ സ്റ്റേജ് ഇളക്കുന്ന ഇവിടുത്തെ ആരെങ്കിലും അല്ല. നീ ഇന്ന് പകൽ ആത്മാവിൽ കരുത്തോളം ജയിക്കണം. ഏറ്റെടുക്കുന്നവര് മാത്രം ആരാധിക്കണം. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ആരെങ്കിലും അല്ല. ഓ, ഹല്ലേലൂയ. എന്നേരമാണ് ആരും അറിയാതെ അഭിഷേകം വീണവൻ ഇങ്ങോട്ട് വന്നു. അവൻ അതിനിടയ്ക്കൂടി ഇങ്ങനെ ഒരു പോക്ക് പോയി. അച്ഛാ, അവനെ കൊന്ന എന്നെ കൊടുക്കും. മറുപടി കേൾക്കാൻ നിന്നില്ല. പാസ്റ്റർ, അവനെ കൊന്ന എന്നെ കൊടുക്കും. മറുപടി കേട്ടില്ല. പാസ്റ്റർ എന്നെ പറഞ്ഞു അവനെ കൊന്നാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒറ്റ പോക്ക് പോയി. ഇപ്പൊ എല്ലാവരും ചോദിച്ചു അവനെ ഏതാ? ടോട്ടൽ ചർച്ച മാറി. 40 ദിവസം ചർച്ച ആരെ കുറിച്ചാ? ഇപ്പൊ ചർച്ച ആരെ കുറിച്ചാ? അഭിഷേകത്തിനെ കുറിച്ച്. ഇന്ന് പകൽ ചർച്ച, നിന്റെ വീട്ടിലെ ചർച്ച മാറണം. ചർച്ച മാറണം. ഏറ്റെടുക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്റെ വീട്ടിൽ പിശാചിന്റെ വലിപ്പം പറയാതെ. ഹല്ലേലൂയ. ഓ റബ ശബ്ദര റൗഷാരബല. ഓ ജയം 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 ജയം. ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കണം. എന്റെ വീട്ടിൽ ഞാൻ ഇനി മേലി പിശാചിന്റെ വലിപ്പം പറയത്തില്ല. തീരുമാനമെടുക്കണം. ഭയങ്കര കടമാ പാസ്റ്റേ, ഭയങ്കര ബാധ്യതയാ പാസ്റ്റേ, ഭയങ്കര കഷ്ടപ്പാടാ പാസ്റ്റേ, ഭയങ്കര ജോലിയാ പാസ്റ്റേ, ഭയങ്കര പനിയാ പാസ്റ്റേ എന്ന് പറഞ്ഞ് ഈ ഭയങ്കര പിശാചിനെ നീ വലിപ്പമാക്കല്ല. നീ ചോദിക്കണം അവനെ കൊന്നാൽ എന്നെ കൊടുക്കും. വാർത്ത കറങ്ങി അടിച്ച് രാജാവിന്റെ ചെവിയിലെത്തി. ഓ,
ഇതിലെ കൂടെ പോയി അതിലെ കൂടെ വന്നൊരു ഒറ്റ കറക്കം കറങ്ങിയപ്പോൾ വാർത്ത എവിടെത്തി? അപ്പൊ ഈ മിടുക്കന്മാർ കളിച്ച് നിൽക്കുന്ന വലിയ പുള്ളികളുണ്ട്, കയ്യിൽ പരിചയമുണ്ട്, വാളുണ്ട്. അവൻ ഒരുത്തൻ CTH, ഒരുത്തൻ BTH, ഒരുത്തൻ MDH, മറ്റോ ഡോക്ടർ. ഇവൻ ഡോക്ടർ ആയപ്പോഴേ മൊത്തം വിശ്വാസി രോഗിയായി. ഇത് വേറെ കാര്യം, മിണ്ടുന്നില്ല. ഇവരെന്ന് ഡോക്ടറായ അന്നോട്ട് വിശ്വാസി മൊത്തം എന്തായി? രോഗിയായി. പണ്ട് ഉപദേശിയായിരുന്നു, പ്രാർത്ഥിച്ച സൗഖ്യമാകുമായിരുന്നു. ഇന്ന് പകൽക്കാലം ഈ കെട്ടെല്ലാം അഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഇവർക്കെല്ലാം കിട്ടുന്ന പേരാ ചേട്ടന്മാര്. എന്താണ്? മിണ്ടുന്നില്ല. പരിചയം ആളും എല്ലാം ഉള്ള ഇവരുടെ പേരെന്താണ്? അമര്. നിനക്ക് എന്നാണ് ഇവിടെ കാര്യം? എടാ, വല്ല കാര്യമുണ്ടേ അവനേ ഉള്ളൂ. അഭിഷേകം ഉള്ളവനെ വല്ല കാര്യമുള്ളൂ. ഈ വെല്ലുവിളിയെ ജയിക്കണമെങ്കിൽ, ഈ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന പോരിനെ ജയിക്കണമെങ്കിൽ അഭിഷേകമുള്ളവനകത്ത് വരണം. ഇന്ന് പകൽക്കാലം അഭിഷേകമുള്ളവനകത്ത് വന്നാൽ നിന്റെ കുടുംബത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം അഴിയും. വിശ്വസിക്കുന്നവന് മാത്രം കര ചേർത്തടിച്ച് ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അപ്പൊ രാജാവ് ചോദിച്ചു, നീ ആരുടെ മോനാ? ഞാൻ ഈശായുടെ 8 പിള്ളേരിലൊരു ഇള ചെറുക്കനാ. ജോലി എന്തുവാ? കാട്ടിലെ ആടിനെ തീറ്റ. നിനക്ക് യുദ്ധം ചെയ്ത് വല്ല പരിചയമുണ്ടോ? നീ ഏതെങ്കിലും മിലിറ്ററി ട്രെയിനിങ് പങ്കെടുത്തുണ്ടോ? സ്പോർട്സിനകത്തുണ്ടായിരുന്നോ? ഹലോ, NCCക്കകത്ത് ഉണ്ടായിരുന്നോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അവൻ പറഞ്ഞു, NCC ഒന്നും ഞാൻ കേട്ടില്ല. മറ്റേ 7 പിള്ളേരെയും പഠിക്കാൻ വിട്ടപ്പോൾ എന്നെ ആടിനെ തീറ്റാൻ വിടുമായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പഠിത്തമൊന്നും ഇല്ല. പക്ഷെ എനിക്ക് 2 സാക്ഷ്യമുണ്ട്. പഠിച്ചില്ലെങ്കിൽ 2 സാക്ഷ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സിംഹം, ഒരിക്കൽ ഒരു കരടി എൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കാൻ വന്നു. സിംഹത്തെ ഞാൻ വലിച്ചു കീറി, കരടി ഞാൻ അടിച്ചു കൊന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ ജയം പ്രാപിച്ച ഒരു സാക്ഷ്യം നിനക്കുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ. ഇനിയും നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ശൗലുടനെ ഈ സാക്ഷ്യം കേട്ടോ മനസ്സിലായി, ഇവൻ മിക്കവാറും ഈ കരടിയും സിംഹത്തെയും ജയിച്ചുകൊണ്ട് ഇവൻ ജയിക്കാൻ സാധ്യത ഉണ്ട്. ജയിച്ചാൽ എനിക്കൂടെ കെയർ ഓഫ് വേണം. പണ്ടൊരാൾ ഭാര്യാപുരം ജോനാച്ചാൻ്റെ കൂടെ നാരങ്ങ വെള്ളം കൊടുക്കാനായിട്ട് ശുശ്രൂഷയ്ക്ക് പോയി. ജോനാച്ചാൻ പോയിടത്ത് 20 വർഷമായിട്ട് പിശാച് ബന്ധിച്ച ഒരാൾ സൗഖ്യമായി. പിറ്റേയാഴ്ച ഇവൻ പോയി പ്രസംഗിച്ചു, ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു, ജോനാച്ചാൻ്റെ ഉണ്ടായിരുന്നു, ഭൂതം ബാധിച്ചോ സൗഖ്യമായെന്ന് പറഞ്ഞു. ഇവൻ നാരങ്ങ വെള്ളം കൊടുത്തതേ ഉള്ളൂ. ശുശ്രൂഷ ചെയ്ത ജോനാച്ചാനാ, പക്ഷെ പേര് എന്ന് പറഞ്ഞതുപോലെ ശൗല് വിചാരിച്ച് ഇവൻ ജയിച്ചാലും ഉടുപ്പൻ്റെ ആയിക്കോട്ടെ. അങ്ങനെ മിണ്ടുന്നില്ല. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും. ആ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അവൻ പറഞ്ഞ, അച്ഛാ എനിക്കിതൊന്നും ശീലമില്ല. ശീലമില്ലാത്തൊരു കാര്യവും നീ ചെയ്യല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. നീ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യം നീ എന്ത് ചെയ്യരുത്, ചെയ്യാൻ പോകാൻ. അമ്മ എനിക്കൊന്നും ശീലമില്ല. ഉടുപ്പൊക്കെ അച്ഛൻ്റെ തന്നെ ഇരിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2009 തൊട്ടൊരു യൂണിഫോമാണ് അല്ലേ, ഇത്രയും വർഷമായിട്ട് മാറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു സൂട്ടോ കോട്ടോ ഒന്നും ഇട്ടില്ലേലും എന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. മുടി നരച്ചതാ, ഉടുപ്പ് നരച്ചതാ. ഇതൊന്നും അല്ല ശുശ്രൂഷ. പിന്നെ എന്തേലും ഇടണമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ അസിസ്റ്റന്റ് പാസ്റ്റർ കോട്ടിടിപ്പിക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യും? കോട്ടുമില്ല, ആളുമില്ല. ആളിന് കോട്ട് വന്ന് കിടക്കുക. എടാ, ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും വേണ്ടെന്ന്. നിന്റെ ആ കല്ലും കവണിയൊക്കെ മതി. ബാക്കി ദൈവമല്ലേ ചെയ്യുന്നേ. അപ്പോൾ ഇവന് ഈ ഗോലിയാത്തിനെ അടിമുടി ഒന്ന് നോക്കിയപ്പോൾ ആദ്യം എൻ്റെ അഭിഷേകം പ്രാപിച്ചോ വന്നത് ഒരു മൃഗമാണ്, സിംഹം. രണ്ടാമത് വന്നത് ഒരു മൃഗമാണ്, കരടി. അങ്ങനെയാണെങ്കിൽ ഇവനിപ്പം മനുഷ്യരൂപത്തിൽ നിൽക്കുന്നെങ്കിൽ ഇവനിലും ഒരു മൃഗം കാണും.
സ്തോത്രം. ആത്മാവുള്ളവനെ വിവേചിക്കും. ആത്മീയ സകലത്തെയും വിവേചിച്ചപ്പോൾ ഇവന്റെ മൃഗം എന്നാന്ന് കണ്ടു ഉടനെ കല്ലെടുത്തു. എപ്പോഴാ കല്ലെടുക്കുന്നത് നമ്മള്? അഭിഷേകമുള്ള വിളിച്ചില്ല, കല്ലെടുത്തതേ ഉള്ളൂ. മറ്റൊന്ന് തന്നെ പേര് പറഞ്ഞു. നീയായിട്ടൊരു പേരും പറയണ്ട, പേരൊക്കെ അവൻ തന്നെ പറഞ്ഞോളും. അവൻ ആരാന്ന് അവൻ അറിയാമല്ലോ. നമ്മൾ കാണുമ്പോൾ 9 അടി പൊക്കം ഉണ്ടെങ്കിൽ ഇവന് വ്യാപരിക്കുന്ന സാധനം ഇതാ. എൻ്റെ കൂടെ ആണേ. സിംഹത്തെ കൊല്ലാനാണെങ്കിൽ അഭിഷേകത്തിന് കൈ മതി, കരടിയാണെങ്കിൽ അടിക്കാൻ വടി മതി. പക്ഷെ പട്ടിയാണെങ്കിൽ എറിയാൻ ഏതാണ് എതിരാളി എന്ന് അറിഞ്ഞു വേണം ആയുധം എടുക്കാൻ. അല്ല എല്ലാത്തിനും ഒരു ഗ്ലോറി കൊണ്ട് നിൽക്കല്ലേ. ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നുണ്ട്? എല്ലാത്തിനും നീ ഒരു അല്ലേലി കൊണ്ട് നിൽക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രതിയോഗി ആരാന്ന് അറിഞ്ഞിട്ട് വേണം കയ്യിൽ ആയുധം എടുക്കാൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുധം ഇന്ന് പകൽക്കാലം നീ എടുക്കണം. അഭിഷേകത്തോടെ നിനക്ക് വിരോധമായി വെല്ലുവിളിച്ച് നിൽക്കുന്ന ആധിപത്യങ്ങളെ ഉടയ്ക്കാൻ കഴിയുന്ന ഓ ഹല്ലേലൂയ. ഈ അഭിഷേകത്തിന്റെ ഗുണം ദാവീദിനറിയാം. കാരണം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഒരു നായി പോലും കുരച്ചില്ലെന്ന്. ആർക്ക് നേരെ? രക്തത്തളി ആചരിച്ചവന്റെ നേരെ ഈജിപ്തിലെ ഒരൊറ്റ നായ്ക്കൾ കുരച്ചില്ല. അപ്പോൾ ദാവീദിന് മനസ്സിലായി, അഭിഷേകം ഉണ്ട്, ഒരു നായും പാറയെല്ലാരും കൂടെ. ഹല്ലേലൂയ. നിന്റെ പുറകെ നടന്ന് വെല്ലുവിളിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ അഭിഷേകത്തിന് മുമ്പിൽ മുട്ടുകുത്തുമെന്ന് ഇന്ന് പോലെ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ. അപ്പോളേ ദാവീദ് ആദി പ്രതിയോഗിയിൽ വ്യാപരിക്കുന്ന എന്താന്ന് മനസ്സിലായി. നിങ്ങൾ നോക്കിയോ, നമ്മുടെ ഈ കേരളത്തിലൊക്കെ വരുമ്പോഴേ എല്ലാം ഒരു മൃഗത്തെ താങ്ങിയാണ് നിൽക്കുന്നത്. ഒന്ന് പശുവിനെ നോക്കി നിൽക്കും, ഒന്ന് കാളയുടെ പുറത്തിരിക്കും, ഒന്ന് പോത്തിൻ്റെ മണ്ടയ്ക്കിരിക്കും, ഒന്ന് പുലിയുടെ മണ്ടയ്ക്കിരിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. എല്ലാം ഒരു മൃഗത്തിൻ്റെ മണ്ടയ്ക്ക. ഹലോ, ചിലത് മയിലിൻ്റെ മണ്ടയ്ക്ക്, ചിലത് ആനയുടെ മണ്ടയ്ക്ക്. അപ്പം ദാവീദിന് മനസ്സിലായി, ഒന്ന് സിംഹം, 2 കരടി, ഇത് നായ. പക്ഷെ ഇവൻ നായാന്ന് വെളിപ്പെടാതിരിക്കാൻ തല തൊട്ട് പാദം വരെ മൊത്തം കവർ ചെയ്തേക്കുക. ബുള്ളറ്റ് പ്രൂഫ് ജയലളിത ഒന്നുമല്ല കണ്ടുപിടിച്ചേ, അവനുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു ഹോള്, അത് ദാവീദ് കണ്ടു. സ്വതന്ത്രം പറഞ്ഞില്ല, ബാക്കി മൊത്തം കവറിങ്ങ. ഇവൻ നോക്കിയത് എൻ്റെ ഏറ് കൊള്ളാൻ എവിടെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ. അത് കണ്ടിട്ട് അത് ഉന്നം പിടിച്ചു. നമ്മൾ കാണുന്ന വലിയ മനുഷ്യനെയാണ്. ആരെ? ഗോലിയാത്തിനെ. ദാവീദ് കറക്റ്റ് പോയിന്റ് മാത്രം. സ്തോത്രം. ദാവീദിന്റെ മുമ്പിൽ ഇവൻ ഒരു ഇട്ടാവട്ടമായി. അത് അഭിഷേകത്തിന് ഗുണം. നീ ഒന്നിനും വലുതായിട്ട് കാണല്ല. സ്തോത്രം. അത് സാരമില്ലെന്ന് പറയണം. പാസ്റ്ററെ കൈക്കൊരു ചെറിയ വേദനയൊക്കെ ഉണ്ട്, സാരമില്ല പാസ്റ്ററെ, പ്രാർത്ഥിച്ചാൽ മതി. കൊച്ചിന് ഇച്ചിരി പ്രയാസമാണെന്ന് തോന്നി ഇന്നത്തെ പരീക്ഷ, പ്രാർത്ഥിച്ചാൽ മതി, സാരമില്ല. ഹലോ, നീ പറഞ്ഞ കൊച്ചിനെ കൂടെ BP കൂട്ടല്ലേ. ഹലോ, കൊച്ചിന് വലിയ ടെൻഷനില്ല, പക്ഷെ നിനക്ക് ആകപ്പാടെ ടെൻഷൻ കൂടിയിട്ട് കൊച്ചിനെ കൂടെ എന്ത് ചെയ്തത്? ഒരല്ലേ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, സാരമില്ലെന്ന് പറഞ്ഞേ. ആ രോഗം സാരമില്ലെന്ന് പറഞ്ഞേ, ആ കടം സാരമില്ലെന്ന് പറഞ്ഞേ, ആ പ്രതികൂലം സാരമില്ലെന്ന് പറഞ്ഞേ. പിശാചി കേൾക്കട്ടെന്നേ. നിനക്കെതിരെ നിൽക്കുന്ന ചില പോരുകളെ നീ പറഞ്ഞങ്ങ് വലിപ്പമാക്കാതെ ഇന്ന് പകൽക്കാലം നീ പറ, എന്റെ കൂടെ ദൈവമുണ്ട്, സകലത്തെയും അഴിക്കാൻ കരുത്തുള്ള ഒരു ദൈവം എന്റെ പക്ഷത്തുള്ള വിശ്വസിക്കുന്നവര് ഈ രാവിലെ ശക്തിയോടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കറക്റ്റ് പോയിന്റ് അവൻ കണ്ടു. ഒറ്റയേറ് അവൻ മുൻപോട്ട് കവണ് വീണു. ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ എന്നെക്കാട്ടും നീളവും വണ്ണമുള്ള നമ്മുടെ നിശാന്ത് പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് എന്നെ ഒരു ഏറെറിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് വീഴണ്ടേ?
പുറകോട്ടാ. പക്ഷെ എങ്ങോട്ടാ വീണേ? ഇപ്പൊ ഏറിന്റെ ഗുണമല്ല, പുറകിൽ തമ്പുരാൻ അടിച്ചതാ. നീ എറിഞ്ഞാ മതി, ബാക്കി തമ്പുരാൻ അടിച്ചോളും. നല്ല അല്ലലിയ പറയണെന്ന് പകൽക്കാലം. നീ ഒന്ന് മൂവ് ചെയ്താൽ ബാക്കി ഇന്ന് പകൽ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഇനി ദൈവത്തെ സ്തുതിച്ച് ബാക്കി സ്വർഗം ചെയ്യും. നിന്റെ ശക്തി നിനക്കറിയാമോ? അറിയത്തില്ല, ഇന്ന് അറിയണം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കിയിട്ട് അതിന്റെ മൂക്കിലോട്ട് ദൈവത്തിന്റെ മൂക്ക് വെച്ച് എന്ത് ചെയ്തു? ശ്വാസം ഊതി. ഒന്ന് പറഞ്ഞേ, ശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹി ആയി. ഊതിയപ്പം ജീവനുള്ള ഒറ്റ ഊത്തിൽ മുഴുവൻ ഞാടി ഞരമ്പുകളും ചലിച്ചു. അതിനകത്തൂടെ എല്ലാം ജീവന്റെ രക്തം ഒഴുകി. ഹാർട്ട് സ്പന്ദിക്കാൻ തുടങ്ങി, ലിവർ ചലിക്കാൻ തുടങ്ങി, ലങ്സ് ചലിക്കാൻ തുടങ്ങി, കിഡ്നി ചലിക്കാൻ തുടങ്ങി, പാങ്ക്രിയാസ് ചലിക്കാൻ തുടങ്ങി, ബ്രെയിൻ ചലിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കൂടെ കർത്താവ് ആകെ ചെയ്ത് ഒന്ന് ഊതി. സ്തോത്രം. ആ ഊതിയ അതേ മൂക്കുകൊണ്ട് ചെങ്കടലിലൊന്ന് ഊതിയപ്പോ ചെങ്കടൽ രണ്ടായി. മിരിയാം പാടി നിന്റെ മൂക്കിലെ ശ്വാസത്താൽ നീ വെള്ളത്തെ കുന്നിച്ചു കൂട്ടി ചെങ്കടലിൽ പാത തുറന്നു. അല്ലലിയ പറഞ്ഞേ, നല്ല അല്ലലിയ പറയണം. നിന്റെ മൂക്കിലൂതിയ ഊത്ത് കടലിലൂതിയപ്പോൾ ഈജിപ്തിനെയും സൗദി അറേബ്യയും തമ്മിൽ അകറ്റി നിർത്തിയേക്കുന്ന വലിയ ചെങ്കടൽ രണ്ടായി. അതേ ഊത്ത നിന്റെ അകത്ത് ഊതിയെ. നീ ആ വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ, ഇന്ന് പകൽ അഴിയാത്ത മേഖലയില്ല, ഇന്ന് പകൽ കരിയാത്ത പോരുകളില്ല. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. സഭയ്ക്കൊരു അതോറിറ്റി ഉണ്ട്. ജയം. Praise the Lord. എന്റെ ദൈവദാസനെ, ഈ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് പാവപ്പെട്ട സഹോദരങ്ങൾ ഫോൺ വിളിക്കും. എവിടെ നിന്നൊക്കെയോ നമ്പർ എടുത്ത് അവർ വിളിക്കും. ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും. കൺവെൻഷന് മാറ്റിറങ്ങാൻ നേരത്തായിരിക്കും, എയർപോർട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും അവർ വലിയ ആവശ്യം വിളിക്കുക. അന്നേരം ഞാൻ ഒരു വാക്ക് ഞാൻ പറയും, കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാം. ബ്രദർ കണ്ണടച്ചു, അല്ലെ സിസ്റ്റർ കണ്ണടച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറയും. നമ്മളിപ്പോൾ എമിഗ്രേഷൻ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ കാര്യം കേൾക്കാൻ സമയമുണ്ടോ? അപ്പം ഞാൻ പറയും പ്രാർത്ഥിക്കാമെന്ന് പറയും. ഒറ്റ പ്രാർത്ഥന. 2 ദിവസം അവർ വിളിച്ചു പറയും, പാസ്റ്റർ എന്നേരം സൗഖ്യമായി. ഹലോ, ഇവരാരാന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മളന്നേരം ഇങ്ങനെ മുഴുവൻ കാര്യത്തിൽ ജാഗരിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. നമ്മൾ ചിലപ്പോൾ മരണ വീട്ടിൽ നിൽക്കുകയായിരിക്കും, അല്ലെ മോർച്ചയുടെ വാതുക്കലായിരിക്കും ഒരു മരിച്ചവരെ ഇറക്കാൻ വേണ്ടി. എന്നാലും ഇവർ വിളിക്കുന്നത്. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഇവർ പറയും അങ്ങനെ ഭയങ്കര ഗമയാ. പുള്ളി വിളിക്കും പറയും, പിന്നെ വിളിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ എന്തിനൊക്കെ പ്രാർത്ഥിക്കും, പിന്നെ വിളിക്കാൻ സമയമില്ലല്ലോ. എൻ്റെ കൂടെ ആണോ? സ്തോത്രം. പക്ഷെ കർത്താവ് ഇതൊക്കെ അംഗീകരിക്കും. കാരണം എൻ്റെ അകത്തുള്ള ശ്വാസം അവൻ്റെ മൂക്കിലെ ശ്വാസമല്ലേ, ഇവിടെ ചെങ്കടൽ വിഭജിച്ചവന്റെ ശ്വാസമല്ലേ എൻ്റെ അകത്ത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് നീ ഒരു അസാധാരണ വ്യക്തിയാ. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യുമെന്ന് വിശ്വസിച്ചേ. ഈ ശ്വാസം അകത്തുള്ളവൻ യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോവാ. നിശാന്ത് പാസേ, ഭയങ്കര യുദ്ധം പരാജയപ്പെടാൻ പോവാ. പുള്ളി ഒരു ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞു. എന്താ പറയാൻ പോകുന്ന അറിയാതെ പറഞ്ഞതാ. സൂര്യ നീ ഗിബയോനിൽ, ചന്ദ്ര നീ അയ്യാലോ താഴ്വര നിൽക്കണം. സൂര്യൻ വിറച്ചോണ്ട് ചോദിച്ചു, സാറേ എപ്പം വരെ നിൽക്കണം? എന്റെ യുദ്ധം ജയിക്കുന്നത് വരെ.
കൽപ്പിച്ച് ഇന്ന് പകൽക്കാലം നീ ഒരു സാധാരണ ഗ്ലോറിയും പറഞ്ഞു പോകാതെ, കൈയടിച്ച് തീരാതെ, ഇന്ന് പകൽ ചില വിഷയങ്ങളെ വിരൽ ചൂണ്ടി കൽപ്പിക്ക്. നീ പറയുന്നിടത്ത് നിൽക്കും. ഓ യെസ് യെസ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ നന്നായി ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് മുഴുവൻ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ശ്വാസമാ ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്നത്. ഓ ഏത് ആത്മാവാ നിങ്ങളുടെ മേൽ തന്നേ? പാട്ട് ക്ലൈമാക്സ് എത്തുമ്പോ രണ്ട് അന്യഭാഷ പറയുന്നതാണോ? ആണോ? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, ഒരു സാധാരണ അഭിഷേകമല്ല, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. ആ ആത്മാവുള്ളവരൊക്കെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകൽ ചില മരണത്തിന്റെ കെട്ടഴിയാൻ പോകുകയാ, ചില രോഗത്തിന്റെ കെട്ടഴിയുകയാ, ചില ശാപത്തിന്റെ കെട്ടഴിയുകയാ. ഒരു അന്ധകാര മണ്ഡലങ്ങളെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഓ ജയം 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 ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൽപ്പിച്ചു തുടങ്ങ. നീ ഇന്ന് പകൽ ഒരു സാധാരണ വ്യക്തിയല്ല. രക്ഷിക്കപ്പെട്ട നീ, സ്നാനപ്പെട്ട നീ, അഭിഷേകം പ്രാപിച്ച നീ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറിഞ്ഞ് കരവും ശബ്ദവും ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഇന്നലെ 2 ശവമടക്കം നടത്തി, തൃപ്പൂണിത്തുറ രാത്രി കൺവെൻഷനും പ്രസംഗിച്ച്, രാത്രി മൊത്തം ഉറക്കളച്ച്, രാവിലെ വന്ന വരവ് നേരെ നമ്മുടെ പാർഷയുടെ വീട്ടിൽ പോയി ഡ്രസ്സൊന്ന് മാറി ഒരു ചായ പ്രിയ മോൾ അനുസരിച്ച് തന്നത് കുടിച്ചും വെച്ച് അവിടെ വന്ന് ഒരു 1.25 മണിക്കൂർ അങ്ങാണ്ട് പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ അടുക്ക് വന്നിരിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് ഒരു ക്ഷീണമുള്ള പോലെ എൻ്റെ യാത്ര കൊണ്ട് ഹല്ലേലൂയ. അല്ല, 1-2 പേര് അങ്ങോട്ട് എന്നെ വിളിച്ചോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. ഒരല്ലേലൂയ പറഞ്ഞ് നമ്മൾ ക്ഷീണിക്കല്ലേ കേട്ടോ. ക്ഷീണിപ്പിക്കുന്ന ഒത്തിരി പോര് വരും, പക്ഷെ ക്ഷീണിക്കല്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിരിക്കും. ഞാൻ 24 വയസ്സുള്ളപ്പോൾ അഭിഷേകം പ്രാപിച്ച്, സാക്ഷിയൊക്കെ ഇടയ്ക്ക് എപ്പോഴും പറയാനൊക്കെ വേണേൽ പറയാം. ഇപ്പൊ അതിന് സമയമില്ല പറയാം. പക്ഷെ എനിക്ക് വയസ്സ് ഇപ്പം 65ആയി. നിങ്ങൾ 75 കൂട്ടിയിരിക്കുകയല്ലേ? അത്രയില്ല, 65ആയി. സ്തോത്രം. പക്ഷെ എൻ്റെ അഭിഷേകത്തിന് ഇപ്പോൾ 24 വയസ്സേ ഉള്ളൂ. ഞാൻ ദേവദാസ വെള്ളിയാഴ്ച രാവിലെ UK ചെന്നു. വെള്ളി ശനി ഞായറുമായിട്ട് 5 മെസ്സേജ് പറഞ്ഞു. ഞായറാഴ്ച രാത്രി പ്രസംഗിച്ച് തിരിച്ച് ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ വന്നിട്ട് നേരെ കൊല്ലത്ത് പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. പിന്നെ സ്തോത്രം. അതിൻ്റെ പിറ്റേ വെള്ളിയാഴ്ച നേരെ ഇവിടെ ഒറീസായിൽ പോയി, രാജസ്ഥാനിൽ പോയി വെള്ളി ശനി ഞായർ പ്രസംഗിച്ച് തിങ്കളാഴ്ച വന്ന് കല്യാണം നടത്തി. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. എനിക്കും വേണമെങ്കിൽ അത്യാവശ്യം റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അഭിഷേകം അനുവദിക്കുന്നില്ല. നിനക്ക് അഭിഷേകം ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും വന്ന് 2 കൈയടിക്കാനല്ല. അഭിഷേകം നിന്നെ നിർബന്ധിക്കണം ചിലതൊക്കെ ചെയ്യാൻ, ചിലതൊക്കെ പറയാൻ. എത്ര പേര് തയ്യാറുണ്ട്? ഹല്ലേലൂയ. അഭിഷേകമുള്ളവന്റെ കൈ താക്കോല് തരാൻ പോവാ. അത് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസംഗിച്ച കാര്യമാണ്.
പാണ്ഡികശാലയെല്ലാം പറവോന്റെ അമ്മനെ. പാണ്ഡികശാല ആരുടെയാ? പറവോന്റെ. താക്കോൽ യോസഫിന്റെ കയ്യിലാണ്. താക്കോൽ യോസഫിന്റെ കയ്യിലാണ്. ജോസഫ് വിചാരിക്കുന്നവൻ അളന്നു കൊടുക്കും. ഇന്ന് പകൽ താക്കോല് നിന്നെ ദൈവം ഏൽപ്പിക്കും. അധികാരത്തിന്റെ കലവറകൾ തുറക്കുന്ന എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. അപ്പോ ശിഷ്യന്മാര് വളരെ ഭയപ്പെട്ട് പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ അടുക്ക വന്ന് പറഞ്ഞു, ഗുരുവേ, യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. യേശു പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കൊച്ചു പ്രാർത്ഥനയിൽ 8 പ്രാവശ്യം ഞങ്ങളെന്നുണ്ടേ. ഒരല്ലിയെ പറഞ്ഞില്ല, ചെറിയൊരു പ്രാർത്ഥനയാണ്. അതിനകത്ത് 8 പ്രാവശ്യം നമുക്ക് ഈ വാക്ക് കിട്ടാത്ത ഹല്ലേലൂയ ഗ്ലോറി പറഞ്ഞിട്ടല്ല. ദൈവമക്കളെ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു മൂർഖൻ പാമ്പ് കടിക്കാൻ വരണ്ടിയായിരുന്നു പറയേണ്ടതാ. ഒരു പാമ്പ് വന്ന്, പാമ്പിന്റെ പേരറിയാമോ? ഹല്ലേലൂയ. പാമ്പിന്റെ പേര് ഹല്ലേലൂയ എന്നാണോ? പറ്റുന്നില്ല. നമുക്ക് ഈ വാക്ക് കിട്ടാത്തപ്പോൾ കയറി ഗ്ലോറി അടിക്കത്തില്ലേ? അതുപോലൊന്നുമല്ല. സ്തോത്രം. പണ്ടൊരാൾ പ്രസംഗക്കുറിപ്പ് പറന്നു പോയപ്പോൾ 16 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞെന്നാ. യേശു അതുകൊണ്ട് ഒന്ന് ഒക്കാഞ്ഞിട്ട് 8 പ്രാവശ്യം ഞങ്ങളെന്ന് പറഞ്ഞല്ല. പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാം കൂടെ ഞങ്ങളാകണം. പ്രാർത്ഥന പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ പ്രാർത്ഥന പഠിച്ചവൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുണ്ടല്ലോ, ഞങ്ങളാകണം. സഭയ്ക്കകത്ത് ഞങ്ങളായിട്ടുള്ളവരെല്ലാം കൂടെ കൈപൊക്കിക്കേ. എന്നേരം സഭ അനുഗ്രഹിക്കപ്പെടും. സഭയ്ക്കകത്ത് നിങ്ങൾ മാറി എല്ലാം ഒന്ന് ഞങ്ങളായേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷയം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ ഭാരം എല്ലാം ഞങ്ങളുടെ ആകുമ്പോ സ്വർഗം പറയും, നിങ്ങളെ ഞാൻ വിടുവിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. സഭയ്ക്കകത്ത് ഞങ്ങൾ ഉണ്ടാകണം. നിങ്ങളുടെ കൊച്ചെന്തി, നിങ്ങളുടെ ചെറുക്കൻ കത്തയക്കുന്നുണ്ടോ? നിങ്ങളുടെ മോള് വിളിക്കുന്നുണ്ടോ? നിങ്ങളുടെ പിള്ളേർ സുഖമായിട്ടിരിക്കുന്ന ആ പരിപാടി നിർത്തിയിട്ടെ അതിലൂടെ ഞങ്ങളാക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ ഒരു മെത്തേഡ് പഠിപ്പിച്ചേ. നിന്റെ രാജ്യം വരണം, പിന്നെ നിന്റെ ഇഷ്ടം. എല്ലാരും പറഞ്ഞേ, ഞങ്ങളുടെ ഒരു ഇഷ്ടവും നടക്കണ്ട. നമ്മുടെ 40 ഇഷ്ടം എഴുതിക്കൊണ്ട് അടിയിൽ ഒപ്പിടിയിട്ടായിരുന്നു കർത്താവിനെ കൈകൊണ്ട് മമ്മറോണ്ണം കൊടുക്കല്ലേ. നീ പറഞ്ഞ ഇഷ്ടത്തില്ല അടി ഒപ്പിടായിരിക്കുന്ന ആളല്ല കർത്താവ്. കർത്താവിന് ഇഷ്ടമാണെങ്കിൽ മതി. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കർത്താവിന് ഇഷ്ടമാണെങ്കിൽ മതി. എൻ്റെ കൊച്ചിൻ്റെ വിദേശയാത്ര കർത്താവിന് ഇഷ്ടമാണെങ്കിൽ മതി. എൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷൻ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ മതി. എൻ്റെ ആ സാലറി കൂട്ടുന്ന കർത്താവിന് ഇഷ്ടമാണെങ്കിൽ മതി. ഒന്ന് പറഞ്ഞേ, ദൈവ ഇഷ്ടം നിറവേറാൻ ഈ പകൽ എത്ര പേര് സമർപ്പിക്കും? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം മതി. യേശു പറഞ്ഞു, പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ കർത്താവ് പ്രാർത്ഥനയുടെ ഒരു മെത്തേഡ് പഠിപ്പിച്ചിട്ട് പ്രാർത്ഥന പഠിപ്പിക്കാൻ പോവാം. നമുക്ക് സമയമില്ലല്ലോ, ഞാൻ വേഗം നിർത്താം. കർത്താവ് പറഞ്ഞു, ഒരു സ്നേഹിതൻ പ്രാർത്ഥന പഠിപ്പിക്കുകയാണേ. നമ്മളാ സ്വർഗസ്വനായ പിതാവെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് അതാ പ്രാർത്ഥന, അതല്ല, അത് മെത്തേഡ്. എന്നിട്ട് പ്രാർത്ഥന എന്താന്ന് പഠിപ്പിക്കാൻ പോവാം. പ്രാർത്ഥന പഠിപ്പിക്കാൻ പറഞ്ഞു, ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ, അവിടെ അർദ്ധരാത്രിയാ. ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ തൻ്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ വന്ന, അപ്പൊ അവന് സ്നേഹിതന്മാരുണ്ട്.
വീട്ടിൽ വന്ന് കയറിയപ്പോഴേ ഇവൻ്റെ മുഖഭാവവും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ദീർഘദൂരം യാത്ര ചെയ്ത് വണ്ടിയും കിട്ടാതെ പട്ടിണി കിടന്ന് വെള്ളവും കുടിക്കാതെ വന്നതാണെന്ന് മനസ്സിലായി. എല്ലാവരും എൻ്റെ കൂടെ ആണോ? അന്ന് ഒരല്ലേ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സമയമായില്ലല്ലോ. ഓക്കെ. അല്ല, ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സമയമായതുപോലെ. അപ്പോളേ ഞാൻ സമയത്തിന് മുമ്പേ നിങ്ങളെ ജണ്ണിപ്പിക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പോളേ ഈ നമ്മളെ സുരേഷ് ബാബു പാസ്റ്റൊക്കെ സഭയിൽ പോകണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലേറ്റായിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചത്ര മണി, അതൊക്കെ അച്ഛൻ നടത്തിക്കോളാൻ പറഞ്ഞു. 2:15 ഞാൻ നിർത്തിയപ്പോൾ പിന്നെ പുള്ളി 1/4 മണിക്കൂറുകൂടെ 2:30 ആശീർവാദം. ഇരിക്കുന്നത് ADGP, SP, പോലീസ് സൂപ്രണ്ട്, IG, ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്നത്. അവരങ്ങ് ഇരിക്കുക. നമ്മളിതൊന്നും അല്ലെങ്കിലും പാനങ്ങണ്ട് ധൃതിയ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവരിയ്ക്കുകയാണ് എന്തോ പ്രാപിക്കാൻ. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അർദ്ധരാത്രിയിൽ ഈ സ്നേഹിതന്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ കൂട്ടുള്ള പഞ്ഞമൊന്നും ആ മനുഷ്യൻ പറഞ്ഞില്ല. ഒരു നല്ല ജെന്റിൽമാനാണ്. നമ്മളറിഞ്ഞ് പറഞ്ഞത് എൻ്റെ പാസ്റ്ററെ ഒന്നും വിളിച്ചിട്ട് വരത്തില്ലായിരുന്നു, കഞ്ഞിക്ക് അതോട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ, ഞങ്ങൾ കഴിച്ചങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. ഇതുവല്ല ഈ മനുഷ്യൻ ചോദിച്ചോ? പക്ഷെ ഈ വന്നോനില്ലക്കോ ഒന്നും പറഞ്ഞില്ല. അതല്ലേ പറഞ്ഞേ? അതാ ജെന്റിൽമാനാണ്. ഒരില്ലായ്മയും. ബ്രദറെ ഇരുന്നാട്ട് ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞ് കഥ കടച്ച് അകത്തോട്ട് കയറുന്നേ കണ്ടു. അപ്പം അകത്തോട്ട് കയറിയ പുള്ളി കടുങ്കാപ്പി അനത്തുവോ എന്തെങ്കിലും ആയിരിക്കും ഇവൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇവനിങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. ഏതായാലും അർദ്ധരാത്രി ആണെങ്കിലും ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. മറ്റൊരു അടുക്കള വാസത്തെ കഥ തുറന്നു. നമ്മളറിഞ്ഞ പോകുന്ന കാര്യം 10 പേരെ അറിയിച്ചേനെ. അടുക്കള വാസത്തെ കഥ തുറന്ന് ഇവൻ ഇറങ്ങി പുറകെ കൂടെ ഒരു പോക്ക് പോയി. ഇവൻ വീട്ടിലില്ലെന്നേ മറ്റൊന്നും അറിയത്തില്ല. അർദ്ധരാത്രിയിൽ ഇറങ്ങി. മൊബൈലിൻ്റെ വെട്ടം കയ്യിലുണ്ടോ എനിക്കറിയത്തില്ല, എന്തായാലും പോയി. സ്തോത്രം. പോയി തൻ്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു. യേശു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. വാതുക്കെ ചെന്നിട്ട് അവൻ വാതുക്കെ കിടന്ന് മുട്ടാൻ തുടങ്ങി. അപ്പൊ അർദ്ധരാത്രി ആവണം, നല്ല ഉറക്ക സമയല്ലേ. അകത്ത് കിടക്കുന്നവൻ ഉറക്കം ഉണർന്നു. അപ്പൊ എപ്പം വരെ മുട്ടി? ഉണരുന്നത് വരെ മുട്ടിപ്പോ അകത്തുനിന്നൊരു ചോദ്യം, ആരാ ഈ അർദ്ധരാത്രി ശല്യം ചെയ്യുന്നേ? ഉടനെ വെളിയിൽ നിന്ന്, നിന്റെ സ്നേഹിതനാ. ഓ, എന്തോ പ്രാഗൽഭ്യ, നിന്റെ സ്നേഹിതനാ. ഈ രാത്രി എന്തിനാ വന്നേ? എനിക്കൊരു 3 അപ്പം വേണം. 3 എൻ്റെ ഒരു സ്നേഹിതൻ വീട്ടിൽ വന്നിരിക്കുന്നവന് കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. നോക്കിയേ, ഞാനായിരുന്നു ചെന്ന് ചോദിക്കുന്നെങ്കിൽ, വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, പ്രൈസലോ, താൻ മാത്രം അമർത്യതയുള്ളവനും, ഹലോ പ്രൈസലോ എന്ന് പറഞ്ഞ് 10 ഡയലോഗ് എല്ലാം കൂടെ പറഞ്ഞിട്ട്, കർത്താവേ എൻ്റെ ഒരു സ്നേഹിതൻ എടുക്കാനായിട്ട് 3 അപ്പം എന്നൊക്കെ പറഞ്ഞേനെ. കർത്താവിന് ഈ വളച്ചൂറ്റൊന്നും വേണ്ട. അവൻ വാക്തത്വങ്ങളിൽ വിശ്വസനെയൊന്നും വിളിച്ചില്ല, വാക്കുമാറാത്തവനെയൊന്നും വിളിച്ചില്ല, അപ്പങ്ങളുടെ ഉടമയൊന്നും വിളിച്ചില്ല. ഹലോ സ്നേഹിത, നിനക്കെന്താ വേണം? എനിക്ക് 3 അപ്പം വേണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? നീ ഈ കാടെല്ലാം കൂടെ പടപ്പേ തട്ടി വരുവൊന്നും വേണ്ട, കാര്യം പറയണം. ദാവീദ് പുത്ര എന്ന് വിളിച്ചോണ്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്നോ ചെയ്യണം? അവൻ പറഞ്ഞു, കാഴ്ച കിട്ടണം. എന്ത് സിമ്പിളാ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? എടാ കിടന്ന് അലറുന്ന നിനക്ക് എന്താ ഞാൻ ചെയ്യണ്ടേ? എനിക്ക് കാഴ്ച കിട്ടണം, പ്രാപിച്ചോ. ഇത്രയേ ഉള്ളൂ കേസ്. കാഴ്ച കിട്ടണം, പ്രാപിച്ചു, കണ്ണു തുറന്നു. എല്ലാവരും എൻ്റെ കൂടെ ആണോ? നീ വളച്ചൂറ്റല്ല, നിർത്ത്. കാലത്തികവെങ്കൽ കന്യാമറിയാമിൽ കാലിത്തൊഴുത്തിൽ കന്യാസുതനായി എന്നൊന്നും അടിക്കണ്ടെന്നേ. നീ കുറെ പറഞ്ഞാൽ എൻ്റെ കാര്യം നടക്കൂ. ഒരു ഹല്ലേലൂയ പറയാമോ? കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുക. ഈ അർദ്ധരാത്രി ഞാൻ നിനക്ക് എന്തോ ചെയ്യണം? എനിക്ക് 3 അപ്പം വേണം. മറുപടി സിമ്പിൾ ചോദ്യമാണേ. മറുപടി, വാതിലടച്ചിരിക്കുന്നു.
പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരാൻ കഴിയത്തില്ല. ചോദ്യം സില്ലി മാറ്റർ 3 അപ്പം, പക്ഷെ തടസ്സം 4. അർദ്ധരാത്രി, വാതിലടച്ചിരിക്കുന്നു, പൈതങ്ങൾ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരാൻ. ഇപ്പം വെളിയിൽ നിൽക്കുന്ന ശ്രദ്ധിച്ചു. അപ്പമില്ലെന്ന് പറഞ്ഞാൽ പോകാമല്ലോ. ഈ അകത്തുനിന്ന് അപ്പമില്ലെന്ന് പറഞ്ഞിട്ടില്ല, മറുപടി ഇല്ലെന്ന് പറഞ്ഞില്ല. നിന്റെ മറുപടി നിന്റെ കൈ തരാൻ 4 തടസ്സം ഉണ്ടെന്നാ പറഞ്ഞേ. പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീ എപ്പം വരെ പ്രാർത്ഥിക്കണം? ഈ 4 തടസ്സങ്ങൾ, നിന്റെ മറുപടി കയ്യിൽ കിട്ടാൻ തടസ്സമായ 4 തടസ്സങ്ങൾ മാറുന്നത് വരെ പ്രാർത്ഥിക്കണം. സന്തോഷമുണ്ട്. കരം ചേർത്തടിച്ച് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ച് ഓ ജയം 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 ജയം. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞേ? കുഞ്ഞേ, ഒരു ചെറിയ സില്ലി മാറ്ററിന് പോലും നിന്റെ കൈ കിട്ടാൻ തടസ്സങ്ങളുണ്ട്. നീ എപ്പം വരെ പ്രാർത്ഥിക്കണം? ആ തടസ്സങ്ങൾ മാറുന്നത് വരെ. ഓ ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ, ചില മറുപടികൾ നിന്റെ കയ്യിൽ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെ ആത്മാവ് വെട്ടിമാറ്റേണ്ടതിന്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്റെ മുമ്പിൽ വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, പക്ഷേ എതിരാളികളും പലരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഏത് മറുപടിക്കും ഒരു എതിരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൈതങ്ങൾ കൂടെ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉറക്കാൻ വന്ന പങ്കപ്പാട് പുള്ളിക്കറിയാം. ചൈനയുടെ പടവും കാണിച്ച്, ലാപ്ടോപ്പും കാണിച്ച്, മൊബൈലും കാണിച്ച്, TV-യും വെച്ച് ഇവനെ ഉറക്കാൻ വന്ന പങ്കപ്പാട്. പൈതങ്ങൾ നോക്കുമ്പോൾ 2 പേര് കാണും. അമ്മാമ്മ നൈറ്റ് ആയിരിക്കും, അല്ലെ പിന്നെ പുള്ളിയുടെ പണ്ടൊക്കെ ഇതിനോട് വരത്തില്ലല്ലോ. അല്ലെ പിള്ളേർ എൻ്റെ കൂടെ പുള്ളിയുടെ കൂടെ കിടക്കണമെങ്കിൽ, ഹലോ ചിരിക്കാൻ പറഞ്ഞതാണ്, നിങ്ങൾ അന്തരീക്ഷം മാറാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ചോദിക്കാൻ വന്നവന് ഇതൊന്നും വിഷയമല്ല. ഇനി ഇവന്മാർ ഉണർന്നാൽ ഉറക്കാൻ വരുന്ന പങ്കപ്പാട് പുള്ളിക്കറിയാം. പക്ഷെ ചോദിക്കാൻ വന്നവന് ഇതൊന്നും എന്തല്ല, ഒന്ന് പറഞ്ഞേ, വിഷയമല്ല. സ്തോത്രം. ഇവൻ ആർക്ക് വേണ്ടി വന്നേക്കുക? അത് ആ മനുഷ്യൻ അറിയുന്നുണ്ടോ? ഇല്ല. കർത്താവ് പറയണ, അർദ്ധരാത്രിയിൽ ഒരുത്തൻ വന്നേക്കാണ് വേറൊരുത്തന് വേണ്ടി. അവൻ അറിഞ്ഞിട്ടേ ഇല്ല ഇവനിങ്ങനെ പോയേക്കുവാന്ന്. പ്രാർത്ഥന പഠിപ്പിക്കുകയാണേ. നീ അർദ്ധരാത്രി പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കുഞ്ഞ് BSc നേഴ്സിംഗ് പാസ്സാകണം, എൻ്റെ കുഞ്ഞ് എഞ്ചിനീയർ പാസ്സാകണം, എൻ്റെ കുഞ്ഞ് IPS പാസ്സാകണം, എൻ്റെ കുഞ്ഞിന് OET കിട്ടണം, എൻ്റെ കുഞ്ഞിന് IELTS കിട്ടണം എന്നും പറഞ്ഞ് നിൻ്റെ കുഞ്ഞ്, നിൻ്റെ വീട്, നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യയും നിൻ്റെ ഇട്ടാവട്ടം വിട്ടിട്ട് നീ അർദ്ധരാത്രി വിശക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം, വഴി അടഞ്ഞവന് പ്രാർത്ഥിക്കണം. ഈയോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നെങ്കിൽ യേശു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, നീ നിന്റെ വിഷയങ്ങൾ വിട്ടിട്ട് ചില ദാരിദ്ര്യം അനുഭവിക്കുന്ന, ചില വഴിയടഞ്ഞവന്റെ വിഷയങ്ങൾ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇവന്റെ ബാധിക്കുന്ന, ഇവൻ വൈകിട്ട് ചോറ് കൊണ്ട് ഏമ്പക്കം വിട്ടിട്ട് കിടന്നവനാ, ദഹിക്കാൻ വേണ്ടി വായു ഗുളികൻ തിന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇവനെ ബാധിക്കുന്ന വിഷയമേ അല്ലച്ചാ. എന്നിട്ട് ഇവൻ പോയേക്കുക, അവൻ അറിഞ്ഞിട്ടുമില്ല. രാത്രി, അർദ്ധരാത്രിയിൽ മറ്റൊരുത്തിന് വേണ്ടി മധ്യസ്ഥ. എല്ലാവരും എന്നോട് ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റു, വാതിക്ക വന്നു. ഇപ്പൊ പ്രാർത്ഥനക്കാരനും മറുപടിക്കാരനും തമ്മിൽ ഒരിഞ്ചകലമുള്ള കഥകിനപ്പുറം ഇപ്പുറയായി. എവിടെ തുടങ്ങിയതാ? വീട്ടിൽ തുടങ്ങിയതാ.
വീട്ടിൽ തുടങ്ങി പ്രാർത്ഥിച്ചു ഇപ്പൊ മറുപടി തരുന്നവനും മറുപടി വാങ്ങുന്നതും തമ്മിൽ ഒരു കതകിന്റെ അകലത്തിലായി. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? നീ ഇതുവരെ അടുത്തിട്ടുണ്ടോ? മറുപടിക്കാരനോട് അടുത്തിട്ടുണ്ടോ? ഇനി മറുപടി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കതവും തുറന്നാ മതി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ 22 തുടങ്ങുന്ന പ്രാർത്ഥനയിൽ നമ്മൾ അടുക്കാൻ പോവാ. മറുപടി തരുന്നവനോട് അടുക്കണം. ഹല്ലേലൂയ. അവൻ തുറന്നത് 3 അപ്പം കൊണ്ടല്ല. ഇപ്പൊ എന്നോട് 100 ദിർഹംസ് ഒരാൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് 50 ആക്കി കൊടുക്കാമോ എന്ന് നോക്കും. എൻ്റെ ഈ 100 ഉണ്ടെങ്കിലും 100 ഒന്നിച്ച് ഇവൻ്റെ കൊടുത്താൽ ഇവൻ നമുക്കിട്ട് പണിയുമെന്ന് വിചാരിച്ച് നമ്മളത് 50 ആക്കാൻ നോക്കും. കർത്താവ് അങ്ങനല്ല. ചോദിച്ചെത്ര? കൊടുത്തത് വേണ്ടുവോളം. കൊടുത്തത് വേണ്ടുവോളം എന്ന് പറഞ്ഞ് വന്നോന്റെ കൂടെ ബുദ്ധിമുട്ട് മാറ്റി. കാരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ നിന്റെ വിഷയത്തിനല്ല, മറ്റൊരുത്തന്റെ വിഷയത്തിന് പ്രാർത്ഥിച്ചപ്പോൾ ഇവന്റെ സ്ഥിതിക്കൂടെ മാറ്റം വരുത്തി എങ്കിൽ ഞാൻ നിർത്തുകയാ. ശ്രദ്ധിച്ചേ, അങ്ങോട്ട് പോയത് വെറും കൈയോടെ, തിരിച്ചു വന്ന ഒരു കോട്ട അപ്പമായിട്ട്. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് പോയത് കൈയും വീശി, ഇങ്ങോട്ട് വന്നത് ഒരു ചുമട് അപ്പവുമായിട്ട്. ഇന്ന് പകൽ അങ്ങനെ സംഭവിക്കുമോ? നീ മടങ്ങുന്നത് ഒരു മറുപടിയുമായിട്ട്, നിനക്ക് ചുമക്കാൻ കഴിയുന്ന ഒരു മറുപടിയുമായിട്ട് ഇന്ന് പകൽ കർത്താവ് നിന്നെ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു നിമിഷം ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ഈ പകൽ ദൈവം ഒരു കൊട്ട മറുപടി